and once again welcome back to my YouTube channel. So അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് നിങ്ങൾ മേ ബി നമ്മുടെ തമ്മിലും കാര്യങ്ങളൊക്കെ കണ്ട് വേഗം ക്യാച്ച് ചെയ്തിട്ടുണ്ടാവും. ഇല്ലാത്തവർക്ക് വേണ്ടി ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഇന്ന് നന്ദുവിനെ കിട്ടിയിട്ടുണ്ട്. യെസ്, ഒരു 2 ഡേയ്സോടെ കഴിഞ്ഞ നന്ദു ഇവിടെ നിന്ന് നേരെ ഇന്ത്യയിലേക്ക് പറക്കുന്നതായിരിക്കും. അത് പോയ ശേഷമാണ് വീഡിയോ എന്നാലും ഇറങ്ങുള്ളൂ. അപ്പോൾ എനിവേസ് നമുക്ക് നന്ദുവിൻ്റെ കുറച്ചൊരു FSCOT ആൻഡ് BFD എക്സ്പീരിയൻസ് നോക്കണം. പിന്നെ ഹൗസ് ബിൽഡിങ്ങിൻ്റെ കുറച്ച് എക്സ്പീരിയൻസ് നോക്കണം. ആൻഡ് നന്ദു ഒരു സ്പെഷ്യൽ സംഭവം ചെയ്തു. ഇതുവരെ ജർമ്മനിയിൽ ആരും ചെയ്ത് കേൾവി ഇല്ലാത്ത ഒരു കാര്യം ചെയ്തു. ഉണ്ടാവാൻ നമുക്കറിയത്തില്ല, നമ്മുടെ പേഴ്സണൽ ലൈഫിലോ അല്ലെങ്കിൽ കണ്ടു പരിചയത്തിലോ. ഇപ്പം നമ്മൾ സംസാരിച്ച ഇവനിപ്പോൾ ട്രെയിനിൽ വെച്ച് കണ്ട ആൾക്കാർ പോലും പറഞ്ഞുള്ള ഒരു അറിവില്ലാത്ത കാര്യമാണ് നന്ദു ചെയ്തിരിക്കുന്നത്. ടോപ്പിക്കിലേക്ക് വരുന്നുണ്ടല്ലോ. അപ്പോൾ കുറേ പേരാണെങ്കിൽ എൻ്റെ അടുത്ത് Q&Aയിലും അതുപോലെ കമൻസിൻ്റെ ഇടയിലൊക്കെ ചോദിക്കും ബോയ്സിന് FSCOT ആൻഡ് BFD ചെയ്യുന്നതിൻ്റെ ഒരു ഇതും അങ്ങനെ കുറച്ച് എക്സ്പീരിയൻസ് നന്ദു ചേട്ടനായിട്ട് ഇന്റർവ്യൂ ചെയ്യുമോ എന്ന് വരെ ചോദിച്ചു. ആരോ ചോദിച്ചു, ഇതൊരു പെങ്കൊച്ച. ഇല്ല, സീരിയസ്ലി ഞാൻ കാണിച്ചു ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ യെസ്, അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ തേമ ഇന്നത്തെ. അപ്പോൾ നമുക്ക് നേരെ വേഗം തന്നെ വീഡിയോയിൽ കിടക്കാം. ആൻഡ് ഗൈസ്, ഇപ്പം നന്ദുവിന് അറിയില്ലാത്തവർക്ക് വേണ്ടി ഞാൻ നന്ദുവിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കാം. നന്ദു രാജ് എന്നാണ് പേര്. വയസ്സും കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ചെറുപ്പം മുതൽ ഒരുമിച്ച് പഠിച്ചതാണ്, ഒരു 9th മുതൽ. ആൻഡ് നന്ദു നിലവിലിപ്പോൾ ജർമ്മനിയിൽ ഹൗസ് ബിൽഡിംഗ് ഒക്കെ ലോയിഫ്റ്റ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ലൗഫും ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ബാക്കി നമ്മൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ആൻഡ് അവൻ്റെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളാണ് അറിയുന്നത്. പിന്നെ ബെസ്റ്റ് ഫ്രണ്ടാണ്, ഞങ്ങൾ ഒരുമിച്ചാണ്. ആൻഡ് ഇത്രയൊക്കെ ഉള്ളൂ നന്ദുവിനെ പറ്റി പറയുകയാണെങ്കിൽ. ഓക്കെ, നമ്മളൊരു ഇത്രയും കാര്യം എഴുതി വെച്ചിട്ടുണ്ട്. നമുക്കിത് നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കാം, 1 by 1 ആയിട്ട്. കുറച്ചേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നന്ദുവിൻ്റെ അടുത്ത് ചോദിക്കാനുള്ളത്, ഞാൻ പറഞ്ഞു ഓൾറെഡി നന്ദു FSCOTും BFDയും ചെയ്തിട്ടുണ്ടായിരുന്നു. നന്ദു ഫസ്റ്റ്ലി എന്താണ് സ്റ്റാർട്ട് ചെയ്തത്? BFD ആയിരുന്നോ FSCOT ആയിരുന്നോ? ആക്ച്വലി ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ലാസ്റ്റ് ഇയർ ഫെബ്രുവരിയിലാണ്. 2023 ഫെബ്രുവരി. ആ ടൈമിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്തെ BFD ആണ് ചെയ്തത്. ആക്ച്വലി BFD എന്ന് പറയുമ്പം എന്താ പറയുക, ഒരു വോളണ്ടറി സർവീസാണ് FSCOT പോലെ തന്നെ. പക്ഷെ അതിലൊരു ഡിഫറൻസ് വരുന്നത് അത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്നു എന്ന് മാത്രം. അതുപോലെ തന്നെ കുറച്ച് സെമിനാറും അതിൽ കുറച്ച് ഇൻക്ലൂഡഡ് ആണ്. അതാണ് ഞാൻ ആദ്യം ചെയ്തത്. അതൊരു എന്താ പറയുന്ന ഒരു ഹോസ്പിറ്റലായിരുന്നു. അതിൻ്റെ ഓൾഡ് ഏജ് ഹോം ആയിരുന്നു അതിന്റെ ഒരു. കാരണം ഹോസ്പിറ്റലിൽ നമ്മൾ പറയുമ്പോഴത്തേക്ക് മേ ബി അത് ഓഡിയൻസിന് ഒരു ഇതായിരിക്കും. കാരണം ഇവിടെ ഓൾഡ് ഏജ് ഹോം, ഹോസ്പിറ്റൽ അങ്ങനെ പല മേഖലകളുണ്ടല്ലോ. അപ്പോൾ അതൊന്ന് വ്യക്തമാക്കി പറയുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, അത് കഴിഞ്ഞ് എത്ര നാൾ കഴിഞ്ഞിട്ടാണ് FSCOT സ്റ്റാർട്ട് ചെയ്തത്? FSCOT സ്റ്റാർട്ട് ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു ജനുവരി 1 ഞാൻ FSCOT സ്റ്റാർട്ട് ചെയ്തത്. 2024 അത് ഞാൻ ഹനോവറിലാണ് സ്റ്റാർട്ട് ചെയ്തത്. മേ ബി ലൈക്ക് എൻ്റെ നിയറസ്റ്റ്. ഞാൻ വർക്ക് ചെയ്യുന്ന സെയിം ഓർഗനൈസേഷനിലാണ് എനിക്ക് FSCOT കിട്ടിയത്. ആ ടൈമിൽ ഞാനൊരു കിച്ചണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. കിച്ചണിൽ എന്താ പറയുന്നത്, നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം, അതുപോലെ തന്നെ മിറ്റാഗസൻ മീൻസ് ലഞ്ച് നമുക്ക് തയ്യാറാക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഓക്കെ, ഞാൻ ഒരു ഡൗട്ട് ചോദിക്കാം. എനിക്കറിയാം ആൻസർ, പക്ഷേ ഓഡിയൻസിന് വേണ്ടി ചോദിക്കാം. ലഞ്ച് തയ്യാറാക്കണം എന്ന് പറഞ്ഞു. അപ്പം ലഞ്ച് എന്ന് പറയുമ്പം ജർമ്മൻ ഫുഡായിരുന്നോ നീ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഓർ സംതിങ്? ജർമ്മൻ ഫുഡ് ഉണ്ടാക്കണ്ട, നമ്മളത് ജസ്റ്റ് ഒന്ന് ടെമ്പറേച്ചർ നോക്കിയാൽ മതി. ഫുഡെല്ലാം റെഡി ആയിട്ടാണ് വരുന്നത്. ഓക്കെ, ഒരു കാര്യം കൂടെ പറയാം. ഇപ്പോൾ ഫുഡിന്റെ കേസിൽ തന്നെ മേ ബി ചിലർക്ക് കിച്ചൺ ഡ്യൂട്ടീസ് ഉണ്ടാവും. ഇപ്പം ഞങ്ങൾ വർക്ക് ചെയ്തത് സെയിം ഓർഗനൈസേഷൻ ആയിരുന്നു. ഞാൻ വർക്ക് ചെയ്ത ഫ്ലീഗയിലേക്കും ഇവൻ വർക്ക് ചെയ്ത ഫ്ലീഗയിലേക്കും അല്ലെങ്കിൽ ടാഗസ് ഫ്ലീഗയിലേക്കും ഫുഡ് എത്തിക്കൊണ്ടിരുന്നത് വേറൊരു ഓൾഡ് ഏജ് ഹോമിൽ നിന്നാണ്. ഞങ്ങളുടെ തന്നെ കീഴിലുള്ള വേറൊരു ഓൾഡ് ഏജ് ഹോമിലാണ്. ലൈക്ക് നീ റീസെൻ്റ്ലി ഹോസ്പിറ്റലിലേക്ക് ചെയ്തെടുത്ത്. അപ്പോൾ അവിടെ അവർ ഫുഡ് ഉണ്ടാക്കാനായിട്ട് എക്സ്ട്രാ ഷെഫുമാരുണ്ടായിരുന്നു. അതിനെപ്പറ്റി എന്തെങ്കിലും അറിയുമോ? കാരണം മേ ബി FSCOT ചെയ്യുന്ന പിള്ളേർ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമ്മുടെ ഒരു സ്ഥലത്ത് ഒരു കുട്ടി FSCOT ചെയ്യാൻ വരുന്നതൊക്കെ, നീ റീസെൻ്റ്ലി ഹൗസ് ബിൽഡിങ് ചെയ്തുകൊണ്ടിരുന്നിടത്ത്, അന്നേരം അവിടെ ഒരു FSCOTൽ ഒരു ക്യൂഷ്യൽ രീതിയിലേക്ക് വരുമ്പോൾ മേ ബി അവർ ജർമ്മൻ ഫുഡ് ഉണ്ടാക്കേണ്ടതായിട്ട് വരുമോ? അതിനെപ്പറ്റി വല്ലതും അറിയോ? കാരണം അത് മേ ബി ഇവർക്ക് ഡൗട്ട് വന്നേക്കാം, നമുക്ക് അറിയില്ലല്ലോ ഫുഡ് ഉണ്ടാക്കാനെന്നുള്ളൊരു ഇതിൽ. ആക്ച്വലി ഫുഡ് നമ്മൾ ഉണ്ടാക്കണ്ട, ജസ്റ്റ് ടെമ്പറേച്ചർ മാത്രം നോക്കിയാൽ മതി. അത് ഇവിടെ ടാക്സ് ഫ്ലീഗിൽ അവിടെ ഐ മീൻ അവിടെ ഷെഫുണ്ട്, ഷെഫ്മാരുണ്ട്, അവിടെ ഷെഫുണ്ട് കിച്ചണിൽ. അപ്പം നമുക്ക് ജസ്റ്റ് ഹെൽപ്പ് ചെയ്ത് കൊടുക്കേണ്ട വരുമായിരിക്കും മാത്രമേ ഉള്ളൂ. നമുക്ക് അല്ലാണ്ട് കിച്ചണിൽ കയറി ഫുഡ് ഉണ്ടാക്കാനുള്ള ഇതൊന്നും ഇല്ല.
ഓക്കെ, ഒരു ഓവറോൾ ഒരു എക്സ്പീരിയൻസ്, ഞാൻ ഒത്തിരി ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. ഇപ്പോൾ ഒരു ഓവറോൾ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ PFD ഓർ FSCOT ഏതായിരിക്കും കൂടുതൽ പ്രൊമോട്ട് ചെയ്യുക? കാരണം പലരും ചോദിക്കും എൻ്റെ അടുത്ത് FSCOT ആണോ BFD ആണോ ഏതാണ് നല്ലതെന്ന് ചോദിക്കുന്നവരുണ്ട്. അപ്പം നിനക്ക് 2 എക്സ്പീരിയൻസ് ഉണ്ട്. ഞാൻ BFD ആയിരുന്നു, പറഞ്ഞോളൂ. അതില് രണ്ടിലും എനിക്ക് വലിയ ഡിഫറൻസോ കാര്യങ്ങളൊന്നും തോന്നിയില്ല. ജസ്റ്റ് ഇപ്പം FSCOT ആണെങ്കിലും BFD ആണെങ്കിലും ഞാൻ പറഞ്ഞില്ല, ഗവൺമെന്റിന്റെ കീഴിൽ വരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് അതില് വർക്കിലോ കാര്യത്തിലോ ഒന്നും ഡിഫറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല. നമുക്ക് കിട്ടുന്ന എമൗണ്ടിൽ ഡിഫറൻസ് ഉണ്ടാവില്ല. ഇപ്പം ഞങ്ങൾ റിസൾട്ട് ഞാൻ പറഞ്ഞു, രണ്ടാമത് FSCOT ചെയ്തത് എൻ്റെ ഓർഗനൈസേഷനിലാണ്. ഞാൻ അവിടെ തന്നെയാണ് BFD കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് കിട്ടിക്കൊണ്ടിരുന്ന അതേ ടാഷൻകളുടെ തന്നെയാണ് ഇവനും കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാനൊരു കാര്യം ചോദിക്കാം, നിനക്ക് അറിയാമെങ്കിൽ നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇപ്പോൾ കുറേ പേര് പറയുന്നുണ്ട് ടാഷൻ ഗിൽഡിൻ്റെ കേസിൽ നമുക്കിപ്പം നാട്ടിലെ ഏജൻസിക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ടാഷൻ ഗിൽഡ് കുറവായതുകൊണ്ട് FSCOT പ്രൊമോട്ട് ചെയ്ത് കൊടുക്കുന്നില്ല എന്നുള്ളൊരിതിൽ, ആൻഡ് അതുകൊണ്ട് നമുക്കിവിടെ കിട്ടുന്നില്ല എന്നുള്ളൊരു ഇതിൽ ഇന്നും കൂടെ എനിക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, കൊച്ചു അയച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതുപോലെ ആ കൊച്ചു ഷെയർ ചെയ്തു, ആ കുട്ടിയുടെ 2 ഫ്രണ്ട്സ് ജർമ്മനിയിലുണ്ട്, അവർക്ക് 200 ആണ് ടാഷൻ ഗിൽഡ് ഉള്ളൂ, അതിൽ അവർക്ക് ലിവിങ് റെൻറ്റും കാര്യങ്ങളൊന്നും പേ ചെയ്ത് പോകാനായിട്ട് പറ്റുന്നില്ല എന്നുള്ളത്. അതിൽ നീ എന്താണ് വിലയിരുത്തുന്നത്? നമ്മളിപ്പോൾ തന്നെ പിള്ളേരെ കയറ്റിക്കൊണ്ട് വരുന്നുണ്ട്, നമ്മൾ കൺസൾട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നിനക്ക് എന്താണ് മനസ്സിലാക്കാൻ പറ്റുന്നത്? ലൈക്ക് അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നമുക്ക് നാട്ടിൽ നിന്ന് വിസ കിട്ടുമോ, ഓർ അത് വെറുതെ അവർ പറയുന്നതായിരിക്കും? എന്താണ് നിനക്ക് തോന്നിയിട്ടില്ല? ഓർ ഈവൻ ആ പിള്ളേർ ബ്ലോക്ക് എമൗണ്ട് കാണിച്ചിട്ടുണ്ടാവും? കാരണം ഇത് പലരും എൻ്റെ അടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറി മാറി ചോദിക്കുന്ന ഡൗട്ടാണ് കേട്ടോ. അപ്പം നമുക്ക് എൻ്റെ ഒപ്പീനിയൻ മാത്രമല്ല മറ്റൊരു വ്യക്തിയുടെ കൂടെ അറിയാമല്ലോ. നമുക്ക് എനിക്ക് തോന്നുന്നു 900 യൂറോസ് മാക്സിമം 800 സംതിങ് എത്ര വേണം ഉണ്ടെങ്കിൽ മാത്രമാണ് നമുക്ക് വിസ കിട്ടത്തുള്ളൂ. അല്ലാണ്ട് ഇപ്പം ഒരു 400 യൂറോസും ടാഷൻ ഗിൽഡ് മാത്രമേ ഉള്ളൂ, അത് നമ്മൾ റെന്റും കൊടുക്കണം, അതൊരു എക്സ്പെൻസ് മീറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടാൻ ചാൻസസ് വളരെ കുറവാണ്. റീസെന്റ് ഞാൻ പറയാം, റീസെന്റ് ഒരു കുട്ടിക്ക് നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുണ്ട്, ലൈക്ക് നവ്യ എന്ന് പറഞ്ഞൊരു കുട്ടീൻ്റെ. അവൾക്ക് 400 ടാഷൻ ഗിൽഡ് ഉണ്ടായിട്ട് പോലും അവര് റിജക്ട് ചെയ്തു. അവർ പറയുന്ന അക്കോമഡേഷനും കാര്യങ്ങളൊക്കെ ഫ്രീ ആണ്, അവർ പറയുന്നത് മീറ്റ് ചെയ്യില്ല എന്നുള്ള രീതിയിൽ അവർ റിജക്ഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ക്ലിയർ ആയിട്ട് തോന്നിയിട്ടില്ല, കാരണം എൻ്റെ സെയിം ഓർഗനൈസേഷൻ നമ്മൾ വന്ന രീതി അവളുടെ ഫ്രണ്ടിനും കാര്യങ്ങൾക്കും ഒക്കെ കിട്ടി. ആ ഒരു സ്ഥാനത്ത് 200 ടാഷൻ ഗിൽഡ് ആൻഡ് റെന്റും കാര്യങ്ങളൊക്കെ ചെയ്യേണ്ട രീതിയിൽ ഒരിക്കലും നാട്ടിൽ നിന്ന് അവർ വിസ പ്രൊവൈഡ് ചെയ്യില്ല. വിസ അത് മാത്രമല്ല, എംബസിക്കാര് നമുക്ക് വിസ റിജക്ട് ചെയ്യുമ്പം അതില് ഉണ്ടായിരിക്കും അവരുടെ ലെറ്ററിൽ എന്താണ് റീസൺ എന്നുള്ള കാര്യമുണ്ട്. അത് വായിച്ചു കഴിയുമ്പോൾ നമുക്ക് അതിൽ അവർ മെൻഷൻ ചെയ്തേക്കണ മെയിൻ കാര്യം തന്നെ ഈ 800 യൂറോസ് മാക്സിമം വേണമെന്നുള്ളതാണ്. അപ്പോൾ അത് കഴിഞ്ഞു. ആൻഡ് നന്ദുവിന് ഫസ്റ്റ്ലി ഇവിടെ BFD ചെയ്ത ടൈമിൽ അക്കോമഡേഷൻ ഉണ്ടായിരുന്നില്ല. അപ്പം നന്ദു എങ്ങനെയായിരുന്നു നാട്ടിൽ നിന്ന് അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്തത്? അക്കോമഡേഷൻ ഫൈൻഡ് ചെയ്യാനായിട്ട് നമുക്ക് എന്താ പറയുന്നത്, ഒന്നെങ്കിൽ വെഗഗ സ്വിഫ്റ്റ് വഴി കണ്ടുപിടിക്കാം, അല്ലെങ്കിൽ മൊബൈൽ സ്കൗട്ട്, അതുപോലെ തന്നെ ഫേസ്ബുക്ക്, അങ്ങനെയുള്ള കാര്യത്തിൽ നിന്നൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഞാൻ പറയുകയാണെങ്കിൽ അക്കോമഡേഷൻ ഉള്ളത് മാക്സിമം എടുക്കാൻ ശ്രമിക്കുക, അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഞാനിവിടെ എടുത്ത എന്താണെന്ന് വെച്ചാൽ ഇവരെനിക്ക് അക്കോമഡേഷൻ കൊടുക്കാനുള്ള എമൗണ്ട് എനിക്ക് തരുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഞാൻ അക്കോമഡേഷൻ ഉള്ളത് എടുത്തത്. ചില പിള്ളേരൊക്കെ 300 യൂറോസിൽ കയറി വരുന്നുണ്ട് ബ്ലോക്കഡ് എമൗണ്ട് കാണിച്ച്. സോ ഞാൻ പറയുകയാണെങ്കിൽ നമ്മൾ ബ്രോക്കർ കാണിച്ച ആ എമൗണ്ടും കൂടി നമ്മൾ കളയേണ്ട ഒരു ആവശ്യം FSCOT ചെയ്യുമ്പോൾ ഇല്ല. ഓക്കെ, ഡിപ്പെൻഡ് ഓൺ യു. ആൻഡ് നന്ദുവിന് തോന്നിയായിരുന്നു ലൈക്ക് ഇപ്പം ഈ നന്ദുവിന് എത്ര ടാഷൻ ഗിൽഡ് കിട്ടിയെന്ന് പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അപ്പോൾ നിനക്ക് കിട്ടിയിരുന്ന ഒരു എമൗണ്ടിൽ നിനക്കിവിടെ മീറ്റ് ചെയ്തെല്ലാം പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു? ഒരു അപ് ടു 600 കിട്ടിയെന്ന് വിചാരിക്കാം ഫോർ എക്സാമ്പിൾ. എനിക്ക് അത് മീറ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടായിരുന്നു. അവരെനിക്ക്, ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ എമൗണ്ട് പേ ചെയ്യുന്നതുകൊണ്ട് തന്നെ എനിക്ക് അപ്പാർട്ട്മെന്റിന്റെ റെന്റും അതുപോലെ തന്നെ സാധനങ്ങൾ വാങ്ങാനുള്ളതും ബാക്കിയുള്ള എൻ്റെ എന്താ പറയുന്നത് എൻ്റെ എക്സ്പെൻസായ ബാക്കിയുള്ള എക്സ്പെൻസുകൾ എനിക്ക് മീറ്റ് ചെയ്ത് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഇപ്പോൾ കുറേ പേര് ചോദിക്കുന്നുണ്ട് അക്കോമഡേഷനും ഫുഡും ഫ്രീ ആയിരിക്കുമോ എന്ന്. ലൈക്ക് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ടാവും ചോദിക്കുന്നുണ്ട്. നമ്മൾ ഈ പരിപാടി ചെയ്ത് കൊടുക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ നിങ്ങൾ അക്കോമഡേഷനും ഫുഡും ഉള്ളതാണ് എടുത്ത് കൊടുക്കുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ദിസ്, അക്കോമഡേഷൻ കിട്ടും എന്നുള്ളത് ഏകദേശം ഒരു ഇതുണ്ട്. ഫുഡിന്റെ കാര്യത്തിൽ എന്തായിരിക്കും പറയാനുള്ളത്? ഫുഡിന്റെ കാര്യത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് അവർ ഫുഡ് ഇപ്പം ഒരു എന്താ പറയുന്നത് ഹോസ്പിറ്റലൊക്കെ ആണെങ്കിൽ അവിടെ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഫുഡ് ഇപ്പോൾ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പം എന്താ പറയുക ലഞ്ചിന് അവർ ഫുഡ് എല്ലാവർക്കും കൊടുത്ത് ബാക്കി വരുന്ന ഫുഡ് നമുക്ക് കഴിക്കാൻ പറ്റും എന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കറിയത്തില്ല, ഇപ്പം എല്ലായിടത്തും അങ്ങനെയാണ്. ഞാൻ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന ടൈമിലാണെങ്കിലും ബാക്കി വരുന്ന ഫുഡ് നമുക്ക് വീട്ടിലേക്ക് കൊണ്ടുവരാൻ പറ്റും. അതുപോലെ തന്നെ
വേണമെങ്കിൽ നമുക്ക് അവിടെ വെച്ച് കഴിക്കാൻ പറ്റും. ഞാൻ അങ്ങനെ കുറേ ഫുഡൊക്കെ കൊണ്ടുവരാറുണ്ട്. ആൻഡ് ഇപ്പം ഞാൻ ചോദിക്കുന്നത് നമുക്ക് ഡെയിലി മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ലൈക്ക് കഫേ, അതുപോലെ ആബൻഡൻസ് ഇങ്ങനെയുള്ള ആയിട്ട് കിട്ടുമോ, ഓർ നമ്മൾ വർക്ക് ചെയ്യുന്ന ടൈമിൽ മാത്രമായിരുന്നു? എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ട് എനിക്കറിയാം, അവർക്ക് എനിക്ക് തോന്നുന്നു ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടായിരുന്നു, ലഞ്ച് ഉണ്ടായിരുന്നു, ആബൻഡൻസ് ഈ ഫുഡ് ഉണ്ടായിരുന്നു. ഓക്കെ, ഇപ്പം എല്ലാം തന്നെ ഉണ്ടായിരുന്നു. അപ്പൊ അത് എൻ്റെ അറിവിൽ ഇപ്പം ഞാൻ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് ഇങ്ങനെ ഒരാൾക്ക് ഉണ്ടെന്നുള്ളത്. ബാക്കി എല്ലാവരും തന്നെ വർക്ക് ചെയ്യുന്ന ടൈമിൽ കഴിക്കുന്ന പിള്ളേരാണ് ഏറ്റവും കൂടുതൽ. അല്ലാത്തപ്പോൾ നമ്മൾ സ്വയം കുക്ക് ചെയ്യാണ് പൊതുവെ. പിന്നെ പലർക്കും പല എക്സ്പീരിയൻസ് ഉണ്ടാവും. എനിക്കിപ്പോൾ ഫസ്റ്റ്ലിയാണ് ഞാൻ ഇങ്ങനെ ഒരു എക്സ്പീരിയൻസ് കേൾക്കുന്നത്. ഓക്കെ, അതാണ് നമ്മൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വന്നത് ലാംഗ്വേജ് എക്സ്പീരിയൻസ്. ലൈക്ക് ഇപ്പം ബാഡൻ വ്യൂർട്ടൻബർഗ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ജർമ്മൻ എന്ന് പറയുന്ന അവിടെ ഷ്വേബിഷ് ജർമ്മനാണ്. ഇവിടത്തെ പോലെ ഈസി ഒന്നും അല്ല. അപ്പോൾ അതിനെപ്പറ്റി എന്താണ് പറയാനുള്ളത്? ലൈക്ക് ആ ഒരു ഡിഫറൻസ് ഇപ്പോൾ ഷ്വേബിഷ് എന്ന് വേഗം തന്നെ നീഡർസാക്സണിലേക്ക് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു ഈസി ജർമ്മൻ ആൻഡ് ഷ്വേബിഷ് ജർമ്മൻ തമ്മിലുള്ളൊരു ഡിഫറൻസ് തോന്നിയിട്ടുണ്ട്. അതിൽ ഡിഫറൻസ് വരുന്നത് ഷ്വേബിഷ് എന്ന് പറയുമ്പം എന്താ പറയുന്നത്, അവര് കുറച്ചും കൂടി ജർമ്മൻ പ്ലസ് വേറെ എന്തോ സംഭവം ആഡ് ചെയ്തുള്ളൊരു ലാംഗ്വേജ് ആണ്. അതിലിപ്പോൾ അവര് എന്താ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ അവരിപ്പം എന്തെങ്കിലുമൊക്കെ ചോദിച്ചിട്ടുണ്ട് ഗെൽ എന്നൊക്കെ ചോദിക്കും. പിന്നെ അത് യൂസ് ചെയ്യും പോലെ അത് തന്നെ. പിന്നെ എന്താ വേറെ എന്തോ ചോദിക്കൊരു ഗ്ലാസ്സിലേന്നോ അങ്ങനെ എന്തൊക്കെയായിരുന്നു അങ്ങനെ എന്തൊക്കെയായിരുന്നു പറഞ്ഞോണ്ടിരുന്നത്. അപ്പൊ ഇവിടെ വന്നു കഴിഞ്ഞപ്പം എനിക്ക് തോന്നുന്നു ഇവിടെ കുറച്ചുകൂടി ഈസി ആയിട്ടുള്ളൊരു നോർമൽ ജർമ്മൻ ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. അല്ല, ഞാൻ പറയാമെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പലപ്പോഴും നിന്നെ വിസിറ്റ് ചെയ്യാൻ വേണ്ടി ബാഡൻ വ്യൂർട്ടൻബർഗിൽ വരുമ്പോൾ ഇവൻ ആ ടൈമിൽ ഫ്ലീഗെ യൂസ് ചെയ്ത് പഠിച്ച് ആ ഒരു അവിടുത്തെ ലാംഗ്വേജ് കൾച്ചറായിട്ട് അഡാപ്റ്റ് ചെയ്ത് നീ എൻ്റെ അടുത്ത് കുറേ കാര്യങ്ങൾ പറയുമായിരുന്നു. ലൈക്ക് ഗെൽ എന്നൊക്കെ നമ്മൾ നടന്നു പോകുന്ന ടൈമിൽ നീ എൻ്റെ അടുത്ത് പറയും. അതുപോലെ നൈസിനൊക്കെ വേറെന്തോ മെയ്ഷൻ എന്നൊന്നും അല്ലായിരുന്നു അവിടെ പറഞ്ഞുകൊണ്ടിരുന്നത്. നീ വേറെന്തോ പേരൊക്കെ എൻ്റെ അടുത്ത് പറയുമായിരുന്നു. അപ്പം എനിക്ക് ഭയങ്കര ഒരു കൂമിഷ് എഫക്റ്റ് ആയിരുന്നു. ഞാനത് എൻ്റെ ഫ്ലീയിൽ വന്നിട്ട് ഷെയർ ചെയ്യും. ലൈക്ക് കൊളീഗ്സിൻ്റെ അടുത്തൊക്കെ ഞാൻ പറയും ഇങ്ങനെയാണ് ഷ്വേബിഷ് ജർമ്മൻ എന്നുള്ളൊരു ഇതിൽ പറയും. അങ്ങനെ എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഞാൻ ഡയറക്റ്റ് നീഡർസാക്സണിലാണ് വന്നത്. അപ്പോൾ എനിക്ക് നാട്ടിൽ പഠിച്ച ഒരു സെയിം സംഭവം തന്നെ എനിക്ക് ഇവിടെ കിട്ടിയത്. അതാണ് ഞാൻ പറയാൻ വന്നത്. ഓക്കെ, ആൻഡ് വേറൊരു കാര്യം എനിക്ക് ലാംഗ്വേജിൻ്റെ ഇതിൽ ചോദിക്കാനുള്ളത്, അപ്പം നാട്ടിൽ നിന്ന് B2 കഴിഞ്ഞിട്ടാണ് വന്നത്. ഓഫ് കോഴ്സ് അപ്പം ഇവിടെ വന്നു കഴിയുമ്പോൾ ഈസി ആയിരുന്നു, ഓർ B2 കൊണ്ടൊന്നും കാര്യമില്ലേ? B2 കൊണ്ട് കാര്യമുണ്ടോയെന്ന് ചോദിച്ചാൽ കാര്യമില്ല. ആക്ച്വലി വേണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം നാട്ടിൽ പഠിക്കുന്ന ജർമ്മനും ഇവിടെ വന്നുള്ള ജർമ്മനും തമ്മിൽ അത്യാവശ്യമില്ല നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. എനിക്ക് തോന്നുന്നു ഒരു 3 or 4 months ശേഷമാണ് എനിക്ക് അത്യാവശ്യം എല്ലാം മനസ്സിലായി തുടങ്ങിയതും അത്യാവശ്യം ഞാൻ ഒരു സ്പീക്കിംഗ് രീതിയിലേക്ക് എത്തിയതും. ലൈക്ക് അത് നിനക്ക് B2 എന്ന് വേണമെങ്കിൽ കോൾ ചെയ്യാം. നാട്ടിൽ നിന്ന് നീ B2 കംപ്ലീറ്റ് ചെയ്ത് വന്നു എന്ന് പറഞ്ഞു. ആ B2 ഒരു A2 ലെവലായിട്ടും അതുപോലെ ഇവിടെ നീ ഒരു 4 months കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉള്ളത് B2 ലെവലായിട്ടും നിനക്ക് കാരണം അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എൻ്റെ അടുത്ത് സ്കൂളിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ള കാര്യമാണത്. എനിക്ക് തോന്നുന്നു മേ ബി ഇവിടെ വന്നിട്ടുണ്ട് നമ്മൾ സംസാരിക്കുന്നതിൻ്റെ കാര്യത്തിൻ്റെ ഡിഫറൻസ് ആയിരിക്കാം. പക്ഷേ ഇവിടെ വന്നാലാണ് ജർമ്മൻ ഇമ്പ്രൂവ് ആവുള്ളൂ. നാട്ടിൽ നിന്ന് പഠിക്കുന്നത് വെറും എക്സാം, ഗോയ്ത്തെ എക്സാം അല്ലേ, ടെൽക്ക് എക്സാം, ഏത് എക്സാമാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നത്, എഴുതാൻ പോകുന്നത്, അത് പാസ്സാവുള്ള ഒരു ജർമ്മൻ മാത്രമേ ഉള്ളൂ. അതല്ല ജർമ്മൻ. അതിലും വലിയ ജർമ്മൻ നിങ്ങൾ ഇവിടെ വന്നിട്ട് പഠിക്കും. ആൻഡ് വാട്ട് അബൌട്ട് ജർമ്മനി? പ്ലസ് ആൻഡ് നെഗറ്റീവ്സ് പറയാം എനിക്ക് തോന്നിയിട്ടുള്ളത്, പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത്. ജർമ്മനി എന്ന് പറയുമ്പം എന്താ പറയുന്നത്, നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ചും കൾച്ചർ നല്ല ഡിഫറെന്റ് ഉണ്ട്. പിന്നെന്താ, നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ചെറിയൊരു രാജ്യമാണ്. ഗുജറാത്തിന്റെ അത്രേ ഉള്ളൂ. നെക്സ്റ്റ് എന്നാ നമ്മുടെ നാട്ടിലെ വേറൊരു ഭാഷയാണ്. ഓക്കെ, ബാക്ക് ടു കാര്യം പറയൂ. ജർമ്മനി എന്ന് പറയുമ്പോൾ എന്താ, നമുക്കിവിടെ വർക്ക് ചെയ്യുമ്പോൾ അത്യാവശ്യം ഫണ്ടൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ കഴിയും. നാട്ടിലെ അപേക്ഷിച്ച് വർക്ക് ലൈഫ് ബാലൻസ് ഒക്കെ ഉണ്ട്. നാട്ടില് നമുക്ക് ഇപ്പം 6 days ഒക്കെ വർക്കാണെങ്കിൽ ഇവിടെ 5 days ഒക്കെ ആയിരിക്കും വർക്ക്. അതൊക്കെ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചൂസ് ചെയ്യാൻ പറ്റും. ഇപ്പം നിങ്ങൾക്ക് പാർട്ട് ടൈം ചെയ്യണമെങ്കിൽ പാർട്ട് ടൈം ചെയ്യാം, 4 hour അല്ലെങ്കിൽ 8 hour വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം, 10 hour വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം. ഇറ്റ്സ് ഡിപ്പെൻഡ് ഓൺ യു. അതുപോലെ തന്നെ 5 weeks വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം, 5 days വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം, അല്ല 3 days വർക്ക് ചെയ്യുന്നവർക്ക് വർക്ക് ചെയ്യാം. ഓക്കെ,
ആൻഡ് എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 5 days വർക്ക് ചെയ്യുന്ന ഒരു കേസ്. ആക്ച്വലി നമുക്ക് ഇവിടെ വർക്ക് ലൈഫ് ബാലൻസ് എന്ന് ഉദ്ദേശിക്കുന്നുണ്ട് രാവിലെ തിങ്കൾ ടു വെള്ളി വരെയുള്ള ജോലി, അല്ലെങ്കിൽ ചൊവ്വ ടു ശനി വരെയുള്ള ജോലി. അതല്ല 5 days കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പം ഞാനിവിടെ ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യണം. ആൻഡ് ഒരു നേഴ്സായിട്ട് വർക്ക് ചെയ്യുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഞാൻ പറയാം കേട്ടോ, എങ്ങനെയാണെന്നുള്ള രീതി കാണിച്ചു തരാം. അപ്പം എനിക്കൊരു 40 മണിക്കൂറാണ് എനിക്ക് ഒരാഴ്ചയിൽ വർക്ക് ചെയ്യേണ്ടതെന്ന് വെക്കാം ഫോർ എക്സാമ്പിൾ. അപ്പോൾ ഈ ഒരാഴ്ചയിൽ ഞാൻ 40 മണിക്കൂർ എങ്ങനെ വർക്ക് ചെയ്യുന്നു എന്ന് മാത്രമേ അവിടെ വരുന്നുള്ളൂ. എനിക്ക് വേണമെങ്കിൽ ഓവർ ടൈം നിൽക്കാം, അതിൽ ഇഷ്യൂ ഇല്ല. അപ്പം എനിക്ക് അതനുസരിച്ചിട്ട് ലീവ് കിട്ടും. അപ്പം അത് നമ്മുടെ പേഴ്സണൽ താല്പര്യം അനുസരിച്ചിട്ടിരിക്കും നമ്മുടെ വർക്കിംഗ് ടൈമും കാര്യങ്ങളും. നമ്മുടെ നാട്ടിൽ നമുക്കിത് പോയി പറയാൻ പറ്റില്ല. രാവിലെ 9 to 10 ആണ് ജോലി എന്നുണ്ടെങ്കിൽ അത് ചെയ്തേ പറ്റുള്ളൂ. അത് 5 ദിവസമാണോ 6 ദിവസമാണോ ചെയ്തേ പറ്റുള്ളൂ, അല്ലെങ്കിൽ ലീവ് എടുക്കാം. അങ്ങനെയാണ് എനിക്ക് അറിയാവുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ തിരുത്താം, നോ ഇഷ്യൂസ്. ഓക്കെ. ആൻഡ് വർക്ക് ചെയ്തായിരുന്നു, ടൈമിങ്ങും ടൈമിങ് ഷെയർ ചെയ്തില്ലല്ലോ അല്ലേ? വർക്ക് ടൈം ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം ഞാൻ എൻ്റെ ഫസ്റ്റ് ഷെയർ ചെയ്തോട്ടെ. ഓക്കെ. കാരണം ഞാൻ വർക്ക് ചെയ്തത് ഒരു ഫ്ലീഗയിലായിരുന്നു, ഓൾഡേജ് ഹോമിലായിരുന്നു. ഇവൻ അത് വെച്ചിട്ട് ഇവൻ ഫസ്റ്റ്ലി ഒരു ഓൾഡേജ് ഹോമിലും അതുപോലെ ടാക്സ് ഫ്ലീഗയിലുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ ഞാൻ 6 to 2:30 അല്ലെങ്കിൽ 1 PM ഒരു ടൈം വരെയായിരുന്നു ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്, ലൈക്ക് ഒരു നേഴ്സ് പോലെ തന്നെ. ആൻഡ് നിന്റെ? ഞാൻ അവിടെ വെച്ച് എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു 8 to 4 ആയിരുന്നു. മീൻസ് 8 hours ഉണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ വരാൻ കാരണം ഞാൻ അവിടെ ഒരു കെല്ലറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ലോജിസ്റ്റിക്സ് എന്താ പറയുന്നത്, അണ്ടർഗ്രൗണ്ടിലായിരുന്നു, ഗോഡൗണിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. സോ അതുകൊണ്ട് തന്നെ അവിടുത്തെ ഇപ്പം എന്താ പറയുന്നത്, ഒരു നേഴ്സൊക്കെ ആണെങ്കിൽ 6 to 2:40 2:30 അത്ര വർക്ക് ചെയ്യേണ്ടി വരും. ബട്ട് ഞാൻ ഇവിടെ ആയതുകൊണ്ട് എനിക്ക് 6 to 4 ആണ്, അല്ല 8 to 4 ആണ്, സോറി. പിന്നെ ബെറ്ററിങ് കാര്യങ്ങളുണ്ടായിരുന്നില്ലേ? ബെറ്ററിങ് ഉണ്ടായിരുന്നു, പക്ഷെ അത് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് ഞാൻ വേണ്ടെന്ന് വെച്ചു. ഓക്കെ. അപ്പം അതാണ് ടൈമിങ് വരെ. നമുക്ക് കിട്ടുന്ന ജോലിയുടെ അനുസരിച്ചിട്ട് ഓരോ ആൾക്കാർക്കും അത് ഡിഫറെൻ്റ് ആയിരിക്കും. ഏത് പ്ലേസ് എന്നുള്ളതിലല്ല, നമുക്ക് കിട്ടുന്ന ജോലി നമ്മുടെ അനുസരിച്ച് അവർ മാറ്റി തരും. ഓക്കെ. ആൻഡ് എങ്ങനെ ഉണ്ടായിരുന്നു ഈ ഓൾഡ് പീപ്പിൾസിനോടുള്ള എക്സ്പീരിയൻസ്? ലൈക്ക് ഇപ്പോൾ നീ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ ഉണ്ടായിരുന്ന ടൈമിലും അതുപോലെ തന്നെ ടാഗസ് ഫ്ലീഗയിൽ ഉണ്ടായിരുന്ന ടൈമിലും ഓൾഡ് പീപ്പിളാണ്. പിന്നെ ടാഗസ് ഫ്ലീഗയിൽ കുറച്ചുകൂടി വിവരവും വിദ്യാഭ്യാസമുള്ള ആൾക്കാരായിരിക്കും ഓഫ് കോഴ്സ്, അല്ലെങ്കിൽ അവർ ടാഗസ് ഫ്ലീഗിൽ വരത്തില്ല. സോറി, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനെയല്ല. ഞാൻ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചുകൂടി ബോധമുള്ളവരായിരിക്കും. ലൈക്ക് ഡിമെൻസ് ഒക്കെ കുറവായിട്ട് അത്യാവശ്യം എല്ലാവരുടെ കാര്യങ്ങളും ചെയ്യാൻ പറ്റുന്ന ബോധം. ഇവരെന്ന് ഉദ്ദേശിച്ചത് അങ്ങനെയല്ല കേട്ടോ. അല്ല, നീ പറഞ്ഞത് അങ്ങനെയാണ്. ഞാൻ ഉദ്ദേശിച്ചത് അതല്ല, കാരണം എന്റെ ഒരു ടോക്കിന്റെ ശൈലി അതാണ്. സോറി. ഓക്കെ. ആക്ച്വലി എന്താ പറയുന്നത്, അവര് അത്യാവശ്യം ഫ്രണ്ട്ലി ആണ്. കുറച്ചുകൂടി എനിക്കൊന്ന് ടാഗസ് ഫ്ലീഗലാണ് കുറച്ചുകൂടി സെറ്റപ്പ് ആയിട്ട് തോന്നിയത്. കാരണം അവിടെ ഒത്തിരി പ്രായമായവരൊന്നുമില്ല, നമുക്ക് ഗെയിംസും അതുപോലെ തന്നെ അവരുടെ കൂടെ ഗെയിം കളിക്കാം. ഏകദേശം എത്ര പ്രായമുള്ളവരായിരിക്കും? അപ്പം ഡാറ്റ ഷൂട്ട്സ്. അപ്പം അങ്ങനെയുള്ളവരുടെ കൂടെയൊക്കെ ടൈം സ്പെൻഡ് ചെയ്യും. അവരുടെ കൂടെ നടക്കാൻ പോവും, അവരുടെ കൂടെ ട്രിപ്പ് പോവും, ഒക്കെ അടിപൊളിയായിരുന്നു. എനിക്ക് തോന്നുന്നു ടാഗസ് ഫ്ലീഗയാണ് കുറച്ചുകൂടി. ഡിമെൻസ് ഉള്ളവരുണ്ടായിരുന്നു, ലൈക്ക് ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിമെൻസ് ഒക്കെ മേ ബി നിനക്ക് ടാഗസ് ഫ്ലീഗിന്ന് കാണാൻ പറ്റും. ഡിമെൻസ് ഉണ്ടായിരുന്നു, അത് ഒരു ആക്സിഡന്റ് വഴിയാണ് പുള്ളിക്കാരിക്ക് ഡിമെൻസ് ഉണ്ടായത്. ഓക്കെ. യെസ്. ഓക്കെ. ആൻഡ് ഞാൻ ചോദിക്കുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ടാഗസ് ഫ്ലീഗയും ഫ്ലീഗഹാമും ആയിട്ടുള്ളൊരു ഡിഫറൻസ്, ഫസ്റ്റ് സ്റ്റേജ് ഓഫ് ഡിമെൻസ് ഒക്കെ മേ ബി നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ടാഗസ് ഫ്ലീഗെന്നായിരിക്കാം. പിന്നെ അതിൻ്റെയും കൂടിപ്പോയി കഴിയുമ്പോഴാണ് ഇവരൊക്കെ ഫ്ലീഗഹമിലേക്ക് മാറുന്നത്. അപ്പം രണ്ട് സൈഡും നീ ഡിമെൻസിന്റെ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നില്ലേ? ഞങ്ങളുടെ അവിടെ ഇപ്പം ആർക്കെങ്കിലും ഡിമെൻസ് അങ്ങനെ എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഉടനെ തന്നെ പറഞ്ഞുവിടും, ടി സി കൊടുത്ത് അവരവിടുന്ന് ടെർമിനേറ്റ് ചെയ്ത് പോകും, അങ്ങനെ. ആൻഡ് എന്തായിരുന്നു ഒരു ഓർത്തിരിക്കാൻ പറ്റുന്ന ഡിമെൻസ് എക്സ്പീരിയൻസ്? എനിക്ക് പക്ഷെ ഇവന്റെ കാര്യത്തിൽ ഓർമ്മയുണ്ട്. ഞാൻ ഓർമ്മിപ്പിച്ചു കൊടുക്കാം. ഒരമ്മമ്മ അവിടെ ബാഡൻ വീട്ടൻബർഗിലായിരുന്ന ടൈമിൽ ഒരമ്മമ്മ നിന്നെ എന്തോ പേര് വിളിക്കുമായിരുന്നു, എന്തോ ഒരു കഥാപാത്രത്തിന്റെ പേര്. അതിപ്പോ ഞാൻ താഴത്തുനിന്ന് എന്തെങ്കിലുമൊക്കെ എടുത്തോണ്ട് മേളിലേക്ക് കയറി റൂമിൽ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവയ്ക്കുമ്പോ എന്നെ എന്തോ ഒരു പേര് വിളിക്കാറുണ്ട്, ഞാൻ മറന്നുപോയി. അത് തന്നെ, കനിമേറ്റ് എന്ന് വിളിക്കും. ആ കഥയിലുള്ള ഒരു കഥാപാത്രത്തിനെ പോലെ ഞാൻ ഇരിക്കണെന്നും പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ വിളിക്കുന്നത്. ഇവിടെ എക്സ്പീരിയൻസ് ഇവിടെ പൊതുവെ ഹൗസ് ബിൽഡിങ്ങിന് കയറി കഴിഞ്ഞപ്പം ഉണ്ടായിട്ടുണ്ട്. ആക്ച്വലി അവിടെ വർക്ക് ചെയ്തൊരു എന്താ പറയുന്ന ഒരു പ്രായമായ ഒരു പുള്ളിക്കാരി
ഓൾറെഡി ആ പ്ലേസിൽ വർക്ക് ചെയ്ത പുള്ളിക്കാരി. വർക്ക് ചെയ്തപ്പം അവിടെ തന്നെയാണ് അഡ്മിറ്റ് ആയിരിക്കുന്നത്. സോ അപ്പം ആ പുള്ളിക്കാരി ഇങ്ങനെ വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കും. എന്തിനാ നടക്കണേന്നൊക്കെ ചോദിക്കുമ്പോൾ അറിയത്തില്ല. അങ്ങനെ ഓക്കെ, എനിക്ക് ഡിമെൻസിന്റെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്. ഞാൻ ഷെയർ ചെയ്യാം. മേ ബി ഇത് വരാതിരിക്കുന്നവർക്ക് അല്ലെങ്കിൽ ഇവിടെ നിന്ന് കാണുന്നവർക്കൊക്കെ ആണെങ്കിൽ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്തതാണ്. അപ്പം അതിന് പ്രശ്നമില്ല. എനിക്ക് ഫസ്റ്റ് എക്സ്പീരിയൻസ് ഉണ്ടായത് ഞാൻ ഓർക്കുന്നില്ല അങ്ങനെ. പക്ഷെ എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. ഞങ്ങൾക്ക് ഞാൻ വർക്ക് ചെയ്യുന്ന ഇപ്പോഴും ഒരു ഓൾഡ് ഏജ് ഹോമിലാണ്. അപ്പോൾ അവിടെ ഒരു പുള്ളിക്കാരി ഉണ്ട്. പുള്ളിക്കാരിക്ക് വലിയ പ്രായമൊന്നുമില്ല, 70 വയസ്സിനകത്തങ്ങാണ്ടുള്ളൂ എന്ന് തോന്നുന്നു, എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ പുള്ളിക്കാരി ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എൻ്റെ അച്ഛനെ ഒന്ന് എനിക്ക് വിളിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഇത് ഓൾറെഡി നിൻ്റെ അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്തതാണ് അന്നൊരിക്കലും. അച്ഛനെ വിളിക്കണം എന്തോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു അതിനിപ്പോൾ എന്താ പ്രശ്നമൊന്നുമില്ലല്ലോ. അപ്പം അച്ഛനെ വിളിക്കുന്നതിപ്പോൾ എനിക്ക് പ്രശ്നമൊന്നുമില്ല. പക്ഷേ നമ്മുടെ പേഴ്സണൽ ഫോണിൽ നിന്ന് കാര്യത്തിൽ നമുക്ക് ആരെയും വിളിക്കാൻ പറ്റില്ല. അതിനായിട്ട് നമുക്ക് ഫ്രീ ചെയ്യാൻ അതിനനുസരിച്ചുള്ള ഫോണും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിക്ക് നമ്പർ അറിയത്തില്ലല്ലോ എന്ന് പറഞ്ഞു. പുള്ളിക്കാരി ഏതോ നമ്പർ കണ്ട് എഴുതുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. എന്നിട്ട് ഞാൻ പോയി എൻ്റെ ഒരു കുളീൻ്റെ അടുത്ത് സംസാരിച്ചു, ഇങ്ങനെ അച്ഛനെ വിളിക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതാണ് നമ്പർ എന്ന് എന്തോ പറഞ്ഞു. ഞാൻ പോയി പറഞ്ഞു. എന്നെ അവർ പറയാത്തൊന്നുമില്ല. എന്നെ കളിയാക്കി വിട്ടു കംപ്ലീറ്റ്ലി. നമുക്ക് ഈ അസുഖത്തിനെ പറ്റി അറിയത്തില്ല, ഇതിൻ്റെ ഒരു ആരംഭം എങ്ങനെയാ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ലല്ലോ. പുള്ളിക്കാരി പറഞ്ഞു, ആ പുള്ളിക്കാരി എന്നെ ഇപ്പം മരിക്കാറായി കിടക്കുക, അതിന് ഇനി അവിടെ നിന്ന് അച്ഛൻ എന്നുള്ള രീതിയിൽ എന്നെ കളിയാക്കി വിട്ടു. മനസ്സിലായോ? അതുപോലെ വേറൊരു എക്സ്പീരിയൻസ് എനിക്ക് പിന്നെ പഠിച്ച ശേഷം എനിക്ക് മനസ്സിലായത് ഡിമെൻസ് ആണെന്നുള്ളത്. കാരണം ഞാനത് കഴിഞ്ഞപ്പം ഹൗസ് ബിൽഡിങ്ങിലേക്ക് മാറി കഴിഞ്ഞപ്പോൾ ഓഫ്കോഴ്സ് നമുക്ക് ഡിമെൻസിൻ്റെ കാര്യങ്ങളും ക്ലാസ്സും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ആ ഒരു ടൈമിൽ ഞാൻ എൻ്റെ സ്കൂളിങ് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് പ്രാക്ടിക്കലിലേക്ക് വന്നപ്പോൾ പുതിയ പുതിയ ഡോണേഴ്സ് വന്നിട്ടുണ്ട്. കുറേ നാൾ കഴിഞ്ഞാൽ ഞാൻ പോകുന്നത്. അപ്പം എനിക്ക് ഇവരുടെ അടുത്ത് മിണ്ടാൻ ഇഷ്ടമായതുകൊണ്ട് ഞാൻ പോയി പേര് ചോദിച്ചു. പുള്ളിക്കാരിയുടെ അടുത്ത് പേര് ചോദിച്ചു. പുള്ളിക്കാരി മുഖമൊക്കെ എന്തോ പേടിച്ച് വിറച്ച് ഇങ്ങനെ നോക്കുക. എന്നിട്ട് അപ്പം എനിക്കെന്തോ പോലെ ഇപ്പോൾ ഇനി മനസ്സിലായില്ലയോ, അത് എന്നെ ഇഷ്ടപ്പെടാണ്ടാണ്. റേസിസം കാര്യങ്ങൾ എന്നൊക്കെ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്നതാണല്ലോ. ഇതുവരെ എനിക്ക് അങ്ങനെയൊന്നും സംഭവിക്കാത്തത് കൊണ്ട് എനിക്കറിയത്തില്ല ഇതെന്താ പറ്റിയെന്ന് വേഗം എനിക്ക് ക്യാച്ച് ചെയ്തില്ല. എന്നിട്ട് ഞാൻ ഒന്നോട് ചോദിച്ചു പേരെന്താണെന്ന് ചോദിച്ചു. അപ്പോൾ ഇങ്ങനെ പാസ് എന്നിങ്ങനെ എൻ്റെ അടുത്ത് ഇങ്ങോട്ട് ചോദിക്കുക. അപ്പം എനിക്ക് മനസ്സിലായി പുള്ളിക്കാരിക്ക് ഡിമെൻസ് ആണെന്നുള്ളത് മനസ്സിലായി. പിന്നെ ഞാൻ അവിടെ വേറൊരു പരിപാടി ആയതുകൊണ്ട് ഞാൻ എന്നാൽ പിന്നെ കാണാട്ടോ എന്ന് പറഞ്ഞിട്ട് ഞാൻ മേളിലേക്ക് പോവുക ചെയ്തത്. നമുക്ക് നന്ദുവിൻ്റെ ഹൗസ് ബിൽഡിംഗ് എക്സ്പീരിയൻസിലേക്ക് ഇനി കിടക്കാം. നന്ദു സ്റ്റാർട്ട് ചെയ്തോളൂ ഒരു സൈഡിൽ നിന്ന്. എന്താ പറയണ്ടേ, എന്നായിരുന്നു സ്റ്റാർട്ട് ചെയ്തത്, എങ്ങനെ ഉണ്ടായിരുന്നു ഇന്റർവ്യൂവിൽ എന്തൊക്കെ ചോദിച്ചു? ഹൗസ് ബിൽഡിങ്ങിന്റെ ഇന്റർവ്യൂവിന് സിഷ് ഫോറസ്റ്റിലാണ് അവർ ഫസ്റ്റ് ചോദിച്ചത്. ദെൻ എന്തിനാണ് ഹൗസ് ബിൽഡിംഗ് എടുക്കുന്നതെന്ന് ചോദിച്ചു. ബേസിക് ക്വസ്റ്റ്യൻസ്. അപ്പൊ തന്നെ പുള്ളിക്കാരി ഫെട്രാഗ് ഉപ്പിട്ട് കയ്യിൽ തന്നു. ഇതല്ലേ സംഭവിച്ചേ? ഞാൻ ഓൾറെഡി ഇവിടെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് പുള്ളിക്കാരിക്ക് എൻ്റെ കൂടെ എൻ്റെ പാർട്ട്ണർ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരിയായിട്ട് എന്തോ ടൈപ്പ് ഉള്ളതുകൊണ്ട്, ടൈപ്പല്ല കണക്ഷൻ ഉണ്ട്. കാരണം ഞാൻ ആ സെയിം സ്കൂളുമായിട്ട് ടൈപ്പ് ഉള്ളതുകൊണ്ട് എനിക്ക് കിട്ടി. അതുകൊണ്ടല്ല ആൾക്കാരെടുക്കും. ഓക്കെ, അപ്പോൾ അതാണ് നന്ദുവിൻ്റെ ഒരു ഫസ്റ്റ് സ്റ്റാർട്ടിങ്. അപ്പം നിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ എന്തൊക്കെയായിരുന്നു ഹൗസ് ബിൽഡിംഗ് എന്ന് പറയുമ്പോൾ? ആസ് എ മെയിൽ അല്ലെങ്കിൽ ഒരു പുരുഷൻ എന്നുള്ള രീതിയിൽ നിൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻസ് എന്തൊക്കെയായിരുന്നു? കാരണം ഞാൻ ചിരിക്കാൻ പറഞ്ഞല്ല, പല ബോയ്സും ചോദിക്കുന്ന കാര്യമാണ്, ആണുങ്ങൾക്ക് പറ്റുമോ എന്നുള്ളത്. ആണുങ്ങൾക്ക് ഉറപ്പായിട്ടും പറ്റും, എന്തുകൊണ്ട് പറ്റില്ല? അല്ല പറ്റും, ലൈക്ക് നിന്റെ ഒരു എക്സ്പെക്ടേഷൻ ആണ് ഞാൻ ചോദിച്ചത്. വർക്കിനോട് താല്പര്യം ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. ആണുങ്ങൾക്ക് പറ്റും നല്ലതാണല്ലോ എൻ്റെ ക്വസ്റ്റ്യൻ. നിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് പറയും. നീ ഹൗസ് ബിൽഡിംഗ് കയറുന്നതിന് മുന്നേ എന്തൊക്കെയായിരുന്നു നീ എക്സ്പെക്ട് ചെയ്തത്? ലൈക്ക് എങ്ങനെയായിരിക്കും ക്ലാസ്സസ് ആൻഡ് ഓൾ തിങ്സ്, ഏതൊക്കെയായിരിക്കും സബ്ജക്ട് വരിക? അങ്ങനെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടാവുമല്ലോ എല്ലാവർക്കും. എനിക്ക് എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. നന്ദു ടോട്ടലി എത്ര നാള് ഹൗസ് ബിൽഡിംഗ് ചെയ്തു? സോറി പറയാൻ വിട്ടുപോയി, നന്ദു ഇപ്പൊ ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്തിട്ടിരിക്കുകയാണ്. ഏകദേശം ഒരു മാസം ആവുന്നു തോന്നുന്നു. ഒരു മാസം ആവുന്നില്ല, 25-ാം തീയതി ആകുമ്പോൾ ഒരു മാസം ആവും. നവംബർ 25ന് ഒരു മാസം ആറാവുന്നു. നവംബർ 25ന് 1 month ആകും. അപ്പം എത്ര നാളെ ചെയ്തു? ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ. ഓഗസ്റ്റ് 1-ാം തീയതി സ്റ്റാർട്ട് ചെയ്ത് ഒക്ടോബർ 25ന് ക്വിറ്റ് ചെയ്തു. നിങ്ങൾ കണക്കൂട്ടിക്കോളാം. ഓക്കെ, അപ്പം എങ്ങനെയായിരുന്നു വെച്ചാൽ എനിക്ക് തോന്നുന്നു 2 months സ്കൂളിൽ പോയി, 1 month പോയില്ല. 3 week എങ്ങാണ്ട് ഞാൻ ജോലിക്ക് പോയി. 3 week ജോലിക്ക് പോയി. എങ്ങനെ ഉണ്ടായിരുന്നു ജോലിയുടെ ഒരു എക്സ്പീരിയൻസ്? ജോലിയുടെ എക്സ്പീരിയൻസ് ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു കാര്യോട് പറയാം. ഞാൻ തന്നെ ഫസ്റ്റ്ലി എൻ്റെ യൂട്യൂബിൽ ഷെയർ ചെയ്തിട്ടുണ്ട്, നമ്മൾ ഫസ്റ്റ്ലി ജോയിൻ ചെയ്യുന്ന ടൈമിൽ എല്ലാ കാര്യങ്ങളും ചെയ്യണം എന്നുള്ളത്. ഇപ്പൊ എന്റെ കേസിൽ എനിക്ക് അറിയാവുന്നതുകൊണ്ട് മേ ബി അവരെന്നെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. നന്ദൊന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ പറയും. ഇപ്പൊ ഒന്ന് എക്സ്പ്ലെയിൻ ആയിട്ട് ചെയ്തു കൊടുക്കുക. സോ ആക്ച്വലി ഞാൻ വർക്ക് ചെയ്യാൻ പോയ സ്ഥലം കുറച്ചുകൂടി എന്താ പറയുന്നത്, കുറച്ചുകൂടി എക്കോ ഫ്രണ്ട്ലി സെറ്റപ്പ് ആയിരുന്നു. ഫ്രണ്ട്ലി ആയിരുന്നു അവരെല്ലാവരും. അതുകൊണ്ട് തന്നെ അത് ഞാൻ ഒരു ദിവസം കണ്ടു, രാവിലെ വരാൻ പറ്റില്ല എന്ന് വിളിച്ചു പറഞ്ഞപ്പോ. എല്ലാവരും അല്ല,
അങ്ങനെ പറയൂ, കാരണം എന്റെ എവിടെയാണെങ്കിലും എക്കോ ഫ്രണ്ട്ലി ആണെന്ന് ഞാനും പറയുമെന്നാ. ഒരു മുക്കാ ഭാഗം അരഭാഗം ആൾക്കാർ കാൽഭാഗം രണ്ടുപേര് ഫ്രണ്ട്ലി അല്ലായിരുന്നു. ബാക്കി എല്ലാവരും ഫ്രണ്ട്ലി ആയിരുന്നു. അതുകൊണ്ട് തന്നെ എന്നെ കൊണ്ട് കുറെ ഒന്നും ചെയ്യിച്ചില്ല. കാരണം ഞാൻ വന്നല്ലേ ഉള്ളൂ, എനിക്ക് ഫ്ലീഗയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ല. ഫസ്റ്റ് വീക്ക് എന്ത് ചെയ്യിക്കാനാ, അണ്ടനോട് പറഞ്ഞു നോക്കി കണ്ടുപിടിച്ചോളാൻ പറഞ്ഞു. ഓക്കെ, ഇതൊക്കെ തന്നെയാണ് എല്ലാവർക്കും തന്നെ വരുന്നത്. പിന്നെ എക്സ്പീരിയൻസ് ഉള്ളവരനുസരിച്ചിട്ട് മാറി മറിഞ്ഞും വരുമായിരിക്കും. ഇപ്പൊ എന്റെ സ്കൂളിൽ എന്റെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരുടെ അടുത്തപ്പം എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാനെല്ലാം ചെയ്യുമായിരുന്നു. പക്ഷെ പുതുതായിട്ട് വന്ന പിള്ളേരൊക്കെ കണ്ടുപഠിക്കുമായിരുന്നു. പക്ഷെ ഓൾറെഡി ഫ്ലീഗെ ബേസ് ചെയ്ത് വർക്ക് ചെയ്തുകൊണ്ടിരുന്നവർക്ക് കണ്ടിന്യൂ ആയിട്ട് വർക്ക് ചെയ്തു പോവായിരുന്നു. പക്ഷെ നമുക്ക് അങ്ങനെ ചെയ്യാൻ അലൗഡ് അല്ല. ഇവിടെ ഉള്ളവർ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അപ്പം വർക്ക് ചെയ്യാൻ ആളില്ലാത്തതുകൊണ്ട് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. പക്ഷെ നമ്മളങ്ങനെ ചെയ്യരുത്. പക്ഷെ ഇപ്പൊ എന്റെ കേസില് എന്റെ ക്ലാസ്സിന്റെ ടൈമിൽ ഞാൻ പറഞ്ഞില്ലേ കുറെയൊക്കെ പ്രായമായിട്ടുള്ളവരാണ്. അപ്പൊ അവർ ഓൾറെഡി ഫ്ലീഗൽ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഈ ഫസ്റ്റിലെ ടൈമിൽ എന്താ പ്രാക്ടീസ് കഴിഞ്ഞ ടൈമിൽ ഞങ്ങൾക്ക് ഗസ്റ്റ് പ്രീഷു പോലെ വരും സ്കൂളിൽ എല്ലാവരും കൂടെ ഒത്തിരുന്ന്. അപ്പൊ ടീച്ചേഴ്സ് ആണെങ്കിൽ ഒരു നോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നിങ്ങൾ അത് ചെയ്യേണ്ട ആവശ്യമില്ലെന്ന് പറഞ്ഞിട്ടില്ല. എനിക്ക് തോന്നുന്നു മേ ബി ഞാൻ ഓൾറെഡി എൻ്റെ FSUന്റെ എക്സ്പീരിയൻസ് സ്കൂളിൽ ഷെയർ ചെയ്തു. അപ്പം എനിക്ക് ഈ ഫ്ലീഗെ ബെറേഷിൽ പോകാനായിട്ട് തന്നെ ഉള്ളത് കൊണ്ട് എനിക്ക് എൻ്റെ ഞാൻ വർക്ക് ചെയ്യുന്ന ട്രൈഗർ അല്ലെങ്കിൽ ആ ഇൻട്രസ്റ്റിങ് ഓൾറെഡി എന്നെ പഠിപ്പിച്ചത് ആ ഒരു രീതിയിലാണ്. ലൈക്ക് ഏതൊക്കെ എങ്ങനെയൊക്കെയാണ്, ലൈക്ക് ഇപ്പോൾ ഡിക്കോബിറ്റൂസിന്റെ കാര്യങ്ങളാണ് എനിക്ക് അന്ന് മുതലേ ഇവർ പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഞാൻ ഓൾറെഡി എനിക്ക് അറിയാവുന്നത് കൊണ്ടായിരിക്കാം മേ ബി എൻ്റെ സ്കൂളിൽ അതൊരു ഇഷ്യൂ ഇല്ലാണ്ട് വരുന്നത്. അല്ലെങ്കിൽ എൻ്റെ ടീച്ചേഴ്സിന് ഇപ്പം എൻ്റെ കേസിൽ ഒരു ഇഷ്യൂ ഇല്ലാണ്ട് വരുന്നത്. ഇപ്പം ഇവൻ പോയി ഒരു പേഷ്യൻറ്റിനെ നോക്കുവാന്ന് മേ ബി പുള്ളിക്കാരി അറിഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊരു വലിയ ഇഷ്യൂ ആയേക്കാം. കാരണം ഒരു പേഷ്യൻ്റ് എന്ന് പറയുമ്പം A to Z കാര്യങ്ങൾ മേ ബി ഇവൻ നോക്കി ചെയ്യേണ്ട വന്നേക്കാം. ഇവൻ അതിൻ്റെ ഒരു ABCD അറിയത്തില്ല, സ്കൂളിൽ അവൻ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ അതൊരു പ്രശ്നമല്ലേ. സ്കൂളിൽ പഠിക്കുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ പോയി ചെയ്യേണ്ട ആവശ്യം. ഓക്കെ, അപ്പം വാട്ട് അബൌട്ട് സ്കൂൾ ടീച്ചർ ആൻഡ് ഓൾ, ലൈക്ക് സ്റ്റുഡൻസിനെ പറയാം, ടീച്ചേഴ്സിൻ്റെ ഒരു ഇത് പറയാം. നമ്മുടെ നാട്ടിനെ അപേക്ഷിച്ച് ഒന്ന് ഡിഫറൻസ് പറഞ്ഞു കൊടുക്കാം. നാട്ടിലെ അപേക്ഷിച്ച് പഠിപ്പിക്കുന്ന സിസ്റ്റം തന്നെ എന്താ പറയുന്നത് വേറൊരു രീതിയാണ്. പറയുകയാണെങ്കിൽ അടിപൊളിയാണ്. ഇവിടത്തെയാണ് അടിപൊളി. നാട്ടിലെ അപേക്ഷിച്ച് നാട്ടിൽ ജസ്റ്റ് അവർ ബോർഡിൽ എഴുതുന്നു, നമ്മൾ കാണാപ്പാട് നോട്ടിൽ സ്പൂൺ ഫീഡിംഗ് ആണ് നോട്ടിൽ എഴുതുന്നു, വീട്ടിൽ പോയി കാണാൻ തുടങ്ങി. ഇവിടെ നമ്മുടെ കഴിവുകളെ അവർ ഉണർത്തിയെടുക്കും, അതാണ് വ്യത്യാസം. ഇവിടെ നമ്മൾ തന്നെയാണ്, വിച്ച് മീൻസ് ഇപ്പം ടീച്ചറാണെങ്കിലും ഒരു തീം തരും, എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ എന്തെങ്കിലും തരും. അപ്പൊ നമ്മള് ടീം വർക്കായിട്ട് പറഞ്ഞു. കാരണം ഇവനിപ്പോ സ്റ്റാർട്ട് ചെയ്തേ ഉള്ളൂ, നിനക്ക് അതുകൊണ്ട് വലിയ തന്നെ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ പറയാം. ഇപ്പോൾ ഇന്നലെ ഞങ്ങൾക്ക് ക്ലാസ്സിൽ നമ്മുടെ 2 ടീച്ചർമാരുണ്ട്, പുള്ളിക്കാരി കാബേഹയും GB. പുള്ളിക്കാരി 2 പേരും ഞങ്ങൾക്കാണ് പ്രാക്ടിക്കൽസിന് വരുന്ന ടീച്ചേഴ്സാണ്. അപ്പം ഞങ്ങൾക്ക് ഇൻഫുസിയോണും അതുപോലെ അതല്ല ടോപ്പിക് തന്നത്, വേറെ 2 ടോപ്പിക് ഉണ്ടായിരുന്നു. അത് ആദ്യം തന്നതാണ്. ഇൻഫുസിയോണും ബ്ലൂടെന്നാമയും അതുപോലെ വേറെ ഒരു ടോപ്പിക് കൂടെ ഉണ്ടായിരുന്നു. ഈ 3 ടോപ്പിക്കും തന്നിട്ട് ഞങ്ങൾ ഓരോ ഗ്രൂപ്പിൽ ടൈലൻ ചെയ്തു, 5 പേര് ഒരു ഗ്രൂപ്പിൽ വരുന്ന രീതിക്ക്. ഞങ്ങളടുത്ത് പറഞ്ഞു ഓക്കെ ഇതിനെപ്പറ്റി ഇൻഫുസിയോൺ എന്താണെന്നും അതിൻ്റെ രീതികളും എന്തൊക്കെ വേണം, ഫോബറൈറ്റിങ്, നാഹ്ബറൈറ്റിങ്, ഡൂഷ്ഫ്യൂറിങ് എല്ലാ സംഭവവും നിങ്ങൾ എഴുതുക, ഹാൻഡ് ഔട്ട് വേണം, അല്ലെങ്കിൽ ഒരു പ്രസൻറ്റേഷൻ പോലെ അതും വേണം എന്നുള്ള രീതിയിൽ പറഞ്ഞു. ഓക്കെ, ഞങ്ങൾ പോയി എഴുതാൻ പോയി. അപ്പോഴത്തേക്കും ഞാൻ എഴുതാൻ പോയിരുന്ന ഗ്രൂപ്പിൽ വേറൊരു കുട്ടി പറഞ്ഞു ഇതെന്ത് ഷൈസയാണ്. സീരിയസ്ലി അവരിതാണ് പറയുന്നത്. ടീച്ചർമാർ പഠിപ്പിക്കേണ്ട കേസ് ഇത്രയും വലിയൊരു ടോപ്പിക്കാണ്. നിങ്ങൾക്ക് മേ ബി പറഞ്ഞാൽ മനസ്സിലാവില്ല. നമ്മുടെ ട്രിപ്പ് ഇടുന്ന കേസ്, അതുപോലെ ബ്ലഡ് ശരീരത്തിൽ നിന്ന് നമ്മൾ ബ്ലഡ് എടുക്കുന്ന കേസസ് ഒക്കെ ഉണ്ടല്ലോ ചെക്ക് ചെയ്യാനായിട്ട് പല കേസസിൽ. അപ്പോൾ അത് പല രീതിയിൽ നമുക്ക് ബ്ലഡ് എടുക്കേണ്ട കേസസും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇങ്ങനെയുള്ള കേസസ് എങ്ങനെയാണ് അത് എടുക്കേണ്ട കാര്യങ്ങളെല്ലാം നമുക്ക് ടീച്ചേഴ്സ് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ ഇത് ടീച്ചർ നമുക്ക് ഐൻഫാഹ് തന്നിരിക്കുകയാണ്. ആൻഡ് അതുപോലെ ഒരു ക്വെല്ലനും തന്നു, ഏത് ബുക്കിൽ നിങ്ങൾക്ക് കിട്ടും എന്നുള്ളതും തന്നു. അത് നോക്കി നമ്മൾ വായിച്ച് മനസ്സിലാക്കി എഴുതിക്കൊള്ളണം. ഗൂഗിൾ യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു ബുക്ക് മാത്രമാണ് റെഫർ ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കത് ഓക്കെ ആയിരുന്നു, എനിക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ മറ്റുള്ള പിള്ളേർക്ക്, ജോമൻ പിള്ളേർക്ക് തന്നെ ഇഷ്ടമല്ല അങ്ങനെ പഠിക്കുന്നത്. കാരണം അവർ നോക്കുമ്പോൾ ഇത്രയും വലിയൊരു ടോപ്പിക്ക് അവർ എടുത്തു തരേണ്ടത് എന്തുകൊണ്ട് അവർ എടുത്തു തരുന്നില്ല. എന്നിട്ട് അവർ പറയണം ഇത്രയും വലിയ ടോപ്പിക്ക് അവർക്ക് അവിടെ നിന്ന് മുമ്പിൽ നിന്ന് ചിലച്ചുകൊണ്ടിരിക്കാൻ പറ്റില്ല, അതുകൊണ്ടാണെന്ന് അവർ പച്ചയ്ക്കിരുന്ന് പറയുമോ ക്ലാസ്സിൽ. നമ്മുടെ ടീച്ചേഴ്സ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നേരെ നമുക്ക് തരും. ലൈക്ക് ബോർഡിൽ എഴുതി എന്താണ് ട്രിപ്പ് ഇടുന്നത്, എത്ര ഇതിലിടാം, എത്ര ഇതാണെന്ന് എഴുതി തരും. നമ്മളത് കാണാപ്പാടം പഠിക്കും. ഇവിടെ എനിക്ക് മനസ്സിലായത് ആ ഒരു ജസ്റ്റ് ആ ഒരു ഗ്രൂപ്പിൽ ഞാൻ ആ പ്രസൻറ്റേഷൻ വർക്ക് ചെയ്തപ്പം അതിലൊരു 0.5% സാധനം എൻ്റെ തലയിലേക്ക് ബൈഹേർട്ടായി. അതാണ് ഡിഫറൻസ് വരുന്നത്. എനിക്ക് കണ്ടിന്യൂ ചെയ്തു ബാക്കി സ്റ്റഡീസ്. പിന്നെ എന്താ സ്റ്റഡീസിൽ നമ്മൾ പല മാർക്കുകളാണ് നമുക്ക് വരുന്നത്. നമ്മളിപ്പം കൈവക്കി ആൻസർ പറയണം,
അതിന് മാർക്കുണ്ട്, പ്രസന്റേഷൻ ചെയ്യുന്നതിൽ മാർക്കുണ്ട്, ഇംഗ്ലീഷ് നോട്ട് ക്ലാസ്സിൽ ശ്രദ്ധിച്ചിരിക്കുന്നതിന് മാർക്കുണ്ട്. ശ്രദ്ധിച്ചിരിക്കുകയെന്ന് പറഞ്ഞാൽ ശ്രദ്ധിച്ചിരുന്ന് കഴിയുമ്പോഴത്തേക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കും ഇടയ്ക്ക്, നമ്മൾ കൈവക്കി ആൻസർ പറയാം. ഇംഗ്ലീഷ് നോട്ടേ നമുക്ക് അതിനുണ്ടാവും. പിന്നെ വേറെ മാർക്ക് വരുന്ന സാധാരണ നമ്മുടെ നാട്ടിലെ പോലെ ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. ക്ലാസ് ടെസ്റ്റ് ഉണ്ടാവും. അതിന് ഷ്രിഫ്ലിഷ് നോട്ട് എന്ന് പറയും. അതവർ നമ്മൾ എഴുതുന്നതിന് ഇതൊക്കെ നോക്കിയിട്ടാണ് പ്രൊബേഷൻ പീരീഡിൽ പാസ്സാക്കില്ല. അത് പക്ഷെ എല്ലാ സ്കൂളിലും വലിയ സീനില്ല കേട്ടോ. നമ്മുടെ ഒന്നും സ്കൂളിൽ വലിയ സീനില്ല. അത് ഉണ്ട്, മാക്സിമം നമ്മുടെ സ്കൂളിലാണെങ്കിലും സീനുണ്ട്. എന്റെ ക്ലാസ്സില് അത്യാവശ്യം പഠിക്കുന്ന പിള്ളേരായതുകൊണ്ടാവാം. എന്റെ ക്ലാസ്സിലൊക്കെ പഠിക്കില്ലാത്ത പിള്ളേരുണ്ടായിരുന്നു. അപ്പൊ അവരോടൊക്കെ പറയായിരുന്നു 6 monthsനുള്ളിൽ പഠിക്കണം എന്നുള്ള രീതിക്ക് പറയാറുണ്ട്. എന്റെ അടുത്ത് അങ്ങനെ വലിയ അടുത്തും ആകെ ഒരു കൊച്ചം കണ്ടാ പഠിക്കില്ലാത്തുള്ളൂ. പേഴ്സണലി വിളിച്ചിട്ടുണ്ടോന്ന് എനിക്ക് അറിയത്തില്ല. എന്റെ ഒരു അറിവില് ക്ലാസ്സിൽ വെച്ചൊന്നും പറഞ്ഞിട്ടില്ല. പിന്നെ ഞാൻ കേട്ടിരിക്കുന്ന സ്കൂളുകളിലൊക്കെ സീനുണ്ട്. ഇപ്പം ഫ്രണ്ട്സ് പറഞ്ഞിട്ടുള്ളതാണ്. 6 months വരെ ഇരിക്കാട്ടോ പഠിക്കാണ്ട്. ഓക്കെ, അപ്പം ടീച്ചർ കാര്യങ്ങളെല്ലാം പറഞ്ഞു, ടീച്ചറിന്റെ ഡിഫറൻസും കാര്യങ്ങളും പറഞ്ഞു. ആൻഡ് ഇവിടുത്തെ ഒരു സിസ്റ്റം, ഇപ്പോൾ ടീച്ചർ പഠിപ്പിക്കുന്ന സിസ്റ്റം ആണെങ്കിലും അതെങ്ങനെയുണ്ട്. ഫോർ എക്സാമ്പിൾ എൻ്റെ ക്ലാസ് ടീച്ചറിനെ പറ്റി ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തു. അതെനിക്ക് ഇഷ്ടമായെന്ന് നീ പറഞ്ഞായിരുന്നു എൻ്റെ അടുത്ത്. പുള്ളിക്കാരിയാണെങ്കിലും സൈക്കോളജി പഠിപ്പിക്കും, പിന്നെ വേറെ എന്താ ജർമ്മൻ പഠിപ്പിക്കും, പിന്നെ വേറെ എന്തോ സംഭവം കൂടി പഠിപ്പിക്കും. അല്ല, സൈക്കോളജിയും മെയിനായിട്ട് സൈക്കോളജി ആയിട്ട് ഞങ്ങളെ പഠിപ്പിച്ചത്. അതിൽ പുള്ളിക്കാരി സൈക്കോളജി എന്തെങ്കിലും നമുക്ക് മനസ്സിലായില്ല എന്നൊക്കെയാണെങ്കിൽ പുള്ളിക്കാരി അതിൽ നമുക്ക് അഭിനയിച്ച് കാണിച്ചു തരും. പുള്ളിക്കാരി ഓമയാണ്. ഓമ പുള്ളിക്കാരിയുടെ പേര്. ലൈക്ക് ഫോർ എക്സാമ്പിൾ ഓമ ലിസ്ന അഭിനയിച്ച് കാണിച്ചു തരും. അപ്പൊ നമുക്കത് കുറച്ചുകൂടി മനസ്സിലാവുകയും ചെയ്യും. കുറച്ചുകൂടി എന്നെയാണ് പുള്ളിക്കാരി എപ്പോഴും ക്ലാസ്സിൽ എക്സാമ്പിൾ ആയിട്ട് എടുക്കുന്നത്. ഒരു കേസ് വന്നിട്ടുണ്ടെങ്കിൽ കഴിഞ്ഞ ദിവസം ഒരു എക്സാമ്പിൾ പറഞ്ഞു. നമ്മൾ റൈറ്റ്സിനെ പറ്റി പഠിക്കുമായിരുന്നു. അപ്പൊ ഇപ്പം ഒരു കുട്ടി വെള്ളത്തിൽ ചടിപ്പോയി. അത് കണ്ടോണ്ട് അതിന്റെ അമ്മ ഷോക്കായിട്ട് നിൽക്കുക. അപ്പൊ ഓപ്പോസിറ്റ് ബാങ്കിലല്ലേ, ഓപ്പോസിറ്റ് സൈഡിൽ ഞാൻ നിൽക്കുക, ലിസ്ന നിൽക്കുകയാണെന്ന് പുള്ളിക്കാരി ക്ലാസ്സിൽ എടുത്ത് പറയും. നോർമലായിട്ട് നമ്മുടെ പേര് പറയും. എന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു, ലിസ്ന ആ സ്ഥാനത്ത് നിന്നാൽ ലിസ്ന എന്ത് ചെയ്യും എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്ക് നീന്തലറിയാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ എടുത്ത് ചാടൂല എന്ന് ഞാനും പറഞ്ഞു. സോ ഇറ്റ്സ് എ ഫൺ. ലൈക്ക് ക്ലാസ്സിൽ ഇപ്പം നമ്മൾ എന്ത് പൊട്ടത്തരം പറഞ്ഞാലും ഫണ്ണാണ്. ടീച്ചർ ആ ഒരു രീതിയിലാണ് എടുക്കുള്ളൂ. ഇവിടെ അല്ലാണ്ട് നമ്മൾ വഴക്ക് പറയില്ല. നീ എന്തിനാ ടീച്ചറിനോട് അങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞ് നമ്മൾ വഴക്ക് പറയില്ല. അത് ശരിയാ. ഇപ്പം എൻ്റെ അടുത്ത് അങ്ങനെ ഒരു എക്സാമ്പിൾ വെച്ച് പറഞ്ഞപ്പം, എൻ്റെ അടുത്തല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞപ്പോൾ അവൻ പറഞ്ഞു അവന് താല്പര്യമില്ല അവൻ്റെ ഇത് വെച്ച് എക്സാമ്പിൾ പറയാം. അതവർ വിടും. ആണ്. നമുക്ക് താല്പര്യം ഇല്ലെങ്കിൽ നമുക്കത് പറയാം, ചെയ്യണ്ട എന്ന് പറയാം. അതുപോലെ ഒരു പുള്ളിക്കാരി എൻ്റെ ക്ലാസ് ടീച്ചർ ആണെങ്കിൽ പോലും ഇപ്പം പുള്ളിക്കാരി വന്നിട്ട് എൻ്റെ സാധനം കണ്ടോ, ഇങ്ങനെ ഡിമെൻസ് ആയിട്ട് നമ്മളെ കാണിച്ചു തരുന്നതാണ് പല പല അസുഖങ്ങളിൽ. എൻ്റെ സാധനം കണ്ടോ, ഇതല്ലേ എൻ്റെ ബാങ്ക് എന്ന് പറഞ്ഞ് എൻ്റെ മുഖത്തൊക്കെ ഒന്ന് ഇങ്ങനെ തൊടും. നമുക്ക് ചിലർക്ക് അത് ഇഷ്ടപ്പെടില്ല. എനിക്ക് കുഴപ്പമില്ലാത്തതുകൊണ്ട് ഞാൻ ഒന്നും പറയില്ല. അപ്പം ഇവര് അത്രയും ഫണ്ണിയാണ്. ഞാൻ ഇപ്പോൾ അവിടെ നിന്ന് പറയണ എൻ്റെ അടുത്തൊന്നും ചെയ്യാൻ പറ്റില്ല, മാറിപ്പോന്ന് പറഞ്ഞാൽ അത് അവർ അക്സെപ്റ്റ് ചെയ്യും. അവരതിന് നമ്മുടെ വാല്യൂ കൊടുക്കും. നമ്മളിപ്പോൾ ഇപ്പം ടീച്ചറിനെ ക്ലാസ്സിലിട്ട് കളിയാക്കിയ പോലെ ഒരു വിഷയമില്ല അവിടെ. നമ്മുടെ ടീച്ചറാണെങ്കിൽ വരും വടി എടുത്തോണ്ട് ആരാടാ എന്നെ കളിയാക്കിയെന്ന് ചോദിച്ചിട്ട് അവരാ ഒരു രീതിയിൽ എടുക്കില്ല. നമ്മുടെ നാട്ടിലെ ടീച്ചർ എനിക്കറിയില്ല കേട്ടോ കോളേജിലെ ടീച്ചേഴ്സ് എങ്ങനെയാണെന്നുള്ളത്. +2 വരെ ഞങ്ങൾ +2 വരെ പോയിട്ടുള്ളൂ. ഓക്കെ, പ്രാക്ടിക്കൽസിനെ പറ്റി നന്ദു കുറച്ചൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ, എന്താണെന്നൊക്കെ. റേസിസം ഫീൽ ചെയ്തിട്ടുണ്ടോ? ഓപ്പൺ ആയിട്ട് പറയാം. റേസിസം ഫീൽ ചെയ്തിട്ടുണ്ടോയെന്ന് ചോദിച്ചാൽ എന്താ പറയുന്നത്, എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്നവരൊക്കെ ആണെങ്കിലും കളിയാക്കും ചുമ്മാ. അപ്പം നമ്മൾ ആ ഒരു സെൻസിൽ എടുത്തു കഴിഞ്ഞാൽ അതൊരു റേസിസം അല്ലല്ലോ. അത് ഞാൻ വേണ്ടൊരു എക്സാമ്പിൾ പറയാം. ഞാൻ ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ വർക്കിന് ഇരിക്കുക. അപ്പം ഞാൻ പറയാറുണ്ട് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് എന്ന്. അവനും മറ്റു പെണ്ണില്ലേ എൻ്റെ അടുത്തിരിക്കുന്നത്, അവളോട് എൻ്റെ അപ്പുറത്തിരുന്നിട്ട് എൻ്റെ അടുത്ത് പറയാം, തേടി ലിസ്നയുടെ മുഖം നോക്കി മഞ്ഞ കളറല്ലേ, മഞ്ഞ കളർ ലിവർ സിറോസിസ് ആണ് എൻ്റെ അടുത്ത് പറയണത്, മഞ്ഞ കളറല്ലേ എന്ന്. എനിക്ക് അത് കത്തിയില്ല ഇവന് എന്നെ ഈ പറയണേന്നുള്ളത്. പയ്യെ കുശു 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 എന്നാണ് പറയുന്നത്. അത് വേണമെങ്കിൽ നമുക്ക് റേസിസം ആക്കി എടുക്കാം. ലൈക്ക് നമ്മളെ കളിയാക്കുന്നു ആ ഒരു രീതിയിൽ നമുക്ക് കൊണ്ടുവരാം. ഇവന്മാർ രണ്ടുപേരും ജർമ്മൻ ആൾക്കാർ കൂടിയിട്ട് നമ്മളെ ഒരാളെ ഒറ്റപ്പെടുത്തും എന്നുള്ള രീതിയിൽ കൊണ്ടുവരാം. പക്ഷെ എനിക്ക് അവരെ അറിയാം, അവരെന്തിനാ അത് പറയുന്നതെന്ന് അറിയാം. ആൻഡ് അതുകൊണ്ട് ഞാൻ ആ ഒരു സെൻസിലെടുത്തില്ല. ഇപ്പം ഇന്ന് ക്ലാസ്സിലിരുന്ന് അവൻ ഒരു പാക്കറ്റ് ഒറ്റ അടിക്ക് പൊട്ടിച്ചു, ടപ്പേന്ന് ഒച്ച കിട്ടു. നിന്റെ ക്ലാസ് ടീച്ചറായിരുന്നു, മറ്റേ പുള്ളിക്കാരിയല്ല, മെലിഞ്ഞ പുള്ളിക്കാരിയല്ല, മറ്റു പുള്ളിക്കാരി ഫുഡിൻ്റെ തോടിപ്പിക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരി എന്നിട്ട് ചോദിച്ചത് ആരാ ചെയ്തെന്ന് ചോദിച്ചു. എന്നിട്ട് പുള്ളിക്കാരി പറഞ്ഞു മിക്കവാറും ഇവനായിരിക്കും എന്ന് പറഞ്ഞാൽ അവൻ്റെ പേര് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു ഞാനല്ല മറ്റവളാന്ന് പറഞ്ഞിട്ട് അവളുടെ പേര് പറഞ്ഞു. അപ്പോൾ അവൾ പറഞ്ഞു ഞാനും അല്ല ലിസ്ന എന്ന് പറഞ്ഞിട്ട് എൻ്റെ പേര് പറഞ്ഞു.
അപ്പൊ അതൊന്നും നമ്മളെ കുരുത്തി കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നില്ല. അപ്പൊ നമ്മുടെ ക്ലാസ്സിൽ നമ്മളെ നാട്ടിൽ പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലും ഇത് തന്നെയായിരുന്നല്ലോ സംഭവിച്ചിട്ടുണ്ട്. നമുക്ക് ആ ഒരു സെൻസിൽ എടുക്കേണ്ട ആവശ്യമുള്ളൂ അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ. പിന്നെ അമ്മാമ്മമാരൊക്കെ മേ ബി റേസിസം കാണിച്ചെന്ന് വരും. അത് അവരുടെ പ്രായത്തിൽ മേ ബി അവർക്ക് എന്തെങ്കിലും പാഠാനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ ഞാൻ ഇവിടെ വീട് മാറാൻ വേണ്ടി വിളിച്ച് ചോദിച്ച ടൈമിൽ ഇന്ത്യൻസ് ആണെങ്കിൽ തരില്ലെന്ന് പറഞ്ഞു. അത് അവർ റേസിസം കാണിക്കുന്നതല്ല. എൻ്റെ പുള്ളിക്കാരി എന്നോട് ക്ഷമ പറഞ്ഞു. ഞാൻ ഒന്നും പുള്ളിക്കാരുടെ അടുത്ത് പറഞ്ഞില്ല, നമുക്കത് മനസ്സിലാവും സിറ്റുവേഷൻ. എന്നോട് ക്ഷമിക്കണം, ഞാൻ അത് ആ ഒരു രീതി പറഞ്ഞതല്ല, കാരണം എനിക്ക് മുമ്പ് ഇങ്ങനെ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ട്, ലൈക്ക് അടുക്കള മൊത്തം വൃത്തികേടാക്കി ഇട്ടു എന്നുള്ള രീതിയിൽ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പലർക്കും പല എക്സ്പീരിയൻസുകളാണല്ലോ ഉണ്ടാകുന്നത്. ഇപ്പോൾ എനിക്ക് മേ ബി ഒരു ജർമ്മൻ ആളുടെ അടുത്ത് നിന്ന് ബാഡ് എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് തന്നെയായിരിക്കും മറ്റൊരാളിൽ നിന്നും പ്രതീക്ഷിച്ച് നിൽക്കുന്നത്, ഇതെനിക്ക് ഇനി ഉണ്ടാകും എന്നുള്ളത്. എല്ലാ മനുഷ്യരും അങ്ങനെയല്ല. അപ്പം നമ്മൾ റേസിസം ആണെങ്കിലും എടുക്കുന്ന രീതിയിൽ നമ്മൾ എടുക്കും പോലെയാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. ഫസ്റ്റ് സൈക്കോളജി പഠിപ്പിച്ചിരുന്നു. ഓക്കെ, അപ്പം നന്ദു, എന്തുകൊണ്ടാണ് ഞാൻ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇവിടെ ചോദിക്കുവാണ്, ഇത് എനിക്ക് കുറച്ച് വിശദീകരിച്ചൊരു ആൻസർ തരണം. വിശദീകരിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് വിശദീകരിച്ച ആൻസർ അല്ല, ഞാൻ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചോളാം, കുഴപ്പമില്ല. എന്തുകൊണ്ട് നന്ദു ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്തു? എന്തായിരുന്നു അതിന്റെ മെയിൻ റീസൺ? ജോലി ഇഷ്ടപ്പെട്ട മെയിൻ റീസൺ എന്ന് പറയുമ്പം എന്താ, ഇപ്പം വർക്ക് ഇഷ്ടമല്ല. നേഴ്സിങ്ങിനോട് എനിക്കൊരു താല്പര്യമില്ല. നേഴ്സിംഗ് എന്ന് പറയുന്ന ഒരു എന്താണ്, എനിക്ക് ഒരു ഫീൽഡ് താല്പര്യമില്ല. എൻ്റെ ഒരു നേച്ചറായിട്ട് അത് അറ്റാച്ച് ചെയ്ത് പോകില്ല. ഓക്കെ, ആൻഡ് ഇത് ക്വിറ്റ് ചെയ്യാനുള്ള തീരുമാനം ലൈക്ക് ഷുഡു എന്ന് പറഞ്ഞെടുത്താണോ അതോ ഒത്തിരി ആലോചിച്ച് തീരുമാനിച്ചെടുത്താണോ? കാരണം കുറേ പിള്ളേരുണ്ട് ഇങ്ങനെ മേ ബി ഇഷ്ടപ്പെടാണ്ട് ക്വിറ്റ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നത്. ആൻഡ് ഇപ്പം നിങ്ങളിപ്പോൾ വിചാരിക്കും ഓക്കെ നന്ദു ക്വിറ്റ് ചെയ്തിട്ട് മേ ബി ഇവിടെ തന്നെ ഏതെങ്കിലും ഹൗസ് ബിൽഡിങ് ചെയ്യാനാണ്. അങ്ങനത്തെ ഇഷ്ടംപോലെ പിള്ളേരുണ്ട്. അതൊന്നും അല്ല നന്ദു ചെയ്യാൻ പോകുന്നത്. ഇപ്പം വരും, പറഞ്ഞോളൂ. ഇഷ്ടമല്ലാത്തൊരു കാര്യം ചെയ്യുന്നത് എനിക്ക് തോന്നുന്നു നമുക്കത് മെൻ്റലി നമ്മളെ അത് ബാധിക്കും, ബുദ്ധിമുട്ടുണ്ടാവും. അതുപോലെ തന്നെ എന്താ പറയുക, നമ്മളൊരു ബാഡ് സെൻസ് മൈൻഡ് സെറ്റൊക്കെ ഉണ്ടാക്കിയെടുക്കും. അപ്പോൾ അതിനോട് എനിക്കൊരു താല്പര്യമില്ല. നമുക്ക് എന്താണോ ഇഷ്ടം നമ്മളത് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ. ഓക്കെ, അപ്പം കുറെ നാളായിട്ട് എടുത്ത തീരുമാനം തന്നെയാണ് ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്യുക എന്നുള്ളത്. ഒത്തിരി ആലോചിച്ച് ബാക്കി. ആൻഡ് നീ എപ്പോഴെങ്കിലും ഈ ഹൗസ് ബിൽഡിംഗ് കഴിഞ്ഞ ശേഷം ക്വിറ്റ് ചെയ്ത ശേഷം ഇവിടെ എനിക്ക് എന്തെങ്കിലും നോക്കാമെന്ന് ആലോചിച്ചിട്ടുണ്ടായിരുന്നോ? അങ്ങനെ ആലോചിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ നോക്കി. പിന്നെ എനിക്ക് തോന്നുന്നു എനിക്ക് കുറച്ചുകൂടി കംഫർട്ട് നാടാണ്. ഓക്കെ, ഹോം സിക്നെസ് കുറച്ച് കൂടുതലാണ് കുട്ടിക്ക്. നീ ഇപ്പം നാട്ടിൽ പോകാനുള്ള തീരുമാനം എടുത്തു. അപ്പം നീ നിന്നോട് പറഞ്ഞു കഴിഞ്ഞ ശേഷം നീ ആരോടാണ് നെക്സ്റ്റ് നിന്റെ ഈ ഡിസിഷൻ ഷെയർ ചെയ്യുന്നത്? കാരണം ഒരു 100% ആൾക്കാർ നിന്റെ അടുത്ത് പോണ്ടാടാ എന്ന് പറയുള്ളൂ. അപ്പൊ എനിക്ക് അതൊന്നും നിന്റെ അടുത്ത് നിന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. നിനക്ക് എന്തൊക്കെ? ഞാൻ ആദ്യം വീട്ടിൽ പറഞ്ഞു. ഓക്കെ, വീട്ടിൽ എന്തായിരുന്നു റിപ്ലൈ? വീട്ടിൽ പറഞ്ഞു പറ്റുമെങ്കിൽ നിനക്ക്, പറ്റില്ലെങ്കിൽ വരാൻ പറഞ്ഞു. പിന്നെ അത് കഴിഞ്ഞ് നീ ആരോടൊക്കെ സംസാരിച്ചു ഇതിനെപ്പറ്റി? എന്റെ അടുത്ത് പറഞ്ഞു. ഞാൻ എന്താ നിന്റെ അടുത്ത് പറഞ്ഞേ? എന്റെ അടുത്ത് എന്തിനാ പോണെന്നുള്ള സെറ്റപ്പിൽ ചോദിച്ചു. ഞാൻ സംസാരിച്ചു, എന്തിനാ പോകുന്നേ, പൊട്ടനാണോ എന്നൊക്കെ സെറ്റപ്പിൽ ചോദിച്ചു. പറയുന്നവരോടെല്ലാം അവരെല്ലാരും ഇങ്ങനെയാണ് ചോദിക്കുന്നത്. കാരണം അവിടെ നിന്ന് എല്ലാ പിള്ളേരും ഇങ്ങോട്ട് കയറി വരുമ്പോ ഞാൻ എന്തിനാണ് അങ്ങോട്ട് പോകുന്നത് എന്നുള്ള രീതിയാണ് എല്ലാവർക്കും. എല്ലാവരും ഇപ്പൊ നാട്ടിൽ നിന്ന് വരാൻ കുതിച്ചിരിക്കുവാണല്ലോ. അപ്പൊ ഇപ്പൊ പോകുമ്പോ പൊട്ടനാണോ, നിനക്ക് കിട്ടിയൊരു ചാൻസ് നീ കൊണ്ട തൊലക്കില്ല. ഇപ്പൊ ഈ വീഡിയോ കാണുന്നവരും പറയും, മേ ബി കമന്റ് സെക്ഷനിൽ കാണേക്കാം. ഓക്കെ, അതിന് അവൻ അവൻ്റെതായിട്ടുള്ള തക്കതായ റീസൺസും കാര്യങ്ങളും ഉണ്ട്. അപ്പം ആലോചിച്ച് കണ്ട് നന്നായി വരും അങ്ങനെ എല്ലാ അനുഗ്രഹങ്ങളും. ഓക്കെ, അപ്പം ഞാൻ ചോദിക്കാൻ വന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പം അത് നിന്റെ എല്ലാ ഡിസിഷൻസും എല്ലാവരുടെ അടുത്തും പറഞ്ഞു. ഓക്കെ, അപ്പം ഇനി എനിക്ക് അറിയാനുള്ളത്, എങ്ങനെയായിരുന്നു നീ ഇത് സ്കൂളിലും അതുപോലെ പ്രാക്ടിക്കൽ ചെയ്യുന്ന ആ ഒരു സ്ഥലത്തും നീ ഇതെങ്ങനെയാണ് പറഞ്ഞത്? ഇപ്പം പല പിള്ളേർക്കും ഹൗസ് ബിൽഡിംഗ് ക്വിറ്റ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ചിലപ്പോൾ അറിയത്തുണ്ടാവില്ല. അതൊന്ന് ഷെയർ ആണ്. നമ്മൾ നോർമലി പറഞ്ഞു എനിക്ക് താല്പര്യമില്ല, നിർത്താൻ പോവാന്ന് പറയുമ്പോൾ അതിന് നമ്മളൊരു ടെർമിനോ ഗസ്റ്റ് പ്രൈസ് പോലെ എന്തെങ്കിലും ബുക്ക് ചെയ്യണോ? അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ അവരൊരു ടെർമിൻ തരും. ആ ടെർമിൽ നമുക്ക് പോയി പറയാം താല്പര്യമില്ല നിർത്തുവാന്ന് പറഞ്ഞാൽ എന്താണെന്നുള്ള റീസൺ ചോദിക്കും. ആ റീസൺ പറഞ്ഞു കഴിയുമ്പോൾ അതിൽ കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ? ഒത്തിരി ഒന്നുമില്ല, ചെറിയൊരു സൈൻ ഇട്ട് കൊടുക്കാം. ചെറിയൊരു സൈൻ. ഓക്കെ, അത് കഴിഞ്ഞ് അപ്പോൾ ഓൾറെഡി നീ ഇവിടെ സിറ്റി രജിസ്ട്രേഷൻ ചെയ്തിട്ടുണ്ട്, ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, അങ്ങനെ പല പല കാര്യങ്ങളും ഉണ്ട് നിനക്ക് ഇവിടെ. അപ്പൊ അതൊക്കെ നീ അപ്മെൽഡൻ ചെയ്യണ്ടേ? അതൊക്കെ നമ്മൾ കോൺട്രാക്റ്റുള്ള സിം എനിക്ക് കോൺട്രാക്റ്റിലായിരുന്നു. അപ്പൊ അത് നമ്മൾ കളയണം. പിന്നെ ജിം ഉണ്ടായിരുന്നു, അത് കളഞ്ഞു. സിറ്റി രജിസ്ട്രേഷൻ കളഞ്ഞു.
ഇനിയിപ്പം നന്ദുവിന് ഒരു കാർഡ് ഉണ്ട്, ലൈക്ക് നമുക്ക് ഇവിടെ എല്ലാവർക്കും നിൽക്കുന്നവർക്ക് ഒരു കാർഡ് ഉണ്ടാവും. വിസ കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്ക് അതിന് വരെ നമുക്കൊരു കാർഡ് കിട്ടും, അതിൻ്റെ അകത്താണ് വിസ ഉള്ളത്. ആ കാർഡിൽ ഇപ്പം നന്ദുവിനെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു, അതിൻ്റെ അകത്ത് എഴുതി കറക്റ്റ് വെച്ചിട്ടുണ്ട് ഇയാൾക്ക് ഇവിടെ വോണിംഗ് ഇല്ല എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പണ്ട് അവിടെ ആ ഒരു സ്ഥലത്ത് വോണിങ്ങിന്റെ ഡീറ്റെയിൽസ് ആയിരുന്നു, അഡ്രസ് ആയിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അവിടെ അങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ വേറെ ഒത്തിരി കാര്യങ്ങളില്ലായിരുന്നു അല്ലേ. 49 യൂറോ ടിക്കറ്റ്. പിന്നെന്താ, അങ്ങനെ മന്ത്ലി ക്യാഷ് പിടിക്കുന്ന പല കാര്യങ്ങളും ഉണ്ടാവുമല്ലോ, അതെല്ലാം നമ്മൾ അപ്മെൽഡൻ ചെയ്യും. പിന്നെ ബാങ്ക് അക്കൗണ്ട് ഏറ്റവും ലാസ്റ്റ് കൊണ്ടേ കളഞ്ഞു. ബാങ്ക് അക്കൗണ്ട് കഴിഞ്ഞ തിങ്കളാഴ്ച അപ്മെൽഡൻ ചെയ്തു, അതായത് നമ്മൾ ക്യാൻസൽ ചെയ്തു. പിന്നെ അങ്ങനെ എല്ലാ കാര്യങ്ങളും ചെയ്തു. എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ പുറകെ ഓടണം അല്ലേ? വലിയ പാടൊന്നുമില്ല. അല്ല, ഞാൻ ചോദിക്കുന്ന അങ്ങനെയല്ല. നമ്മള് നാട്ടില് എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഇതൊക്കെ കുറവാണ്, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പേരൻസിന്റെ കൂടെ പോയാണ് ചെയ്യുന്നത്. ഇപ്പൊ എൻ്റെ അടുത്ത് നാട്ടിൽ പോയി ചെയ്യാൻ പറഞ്ഞാൽ എനിക്ക് അറിയില്ല ഇതൊക്കെ എവിടെയാ പോയി ചെയ്യണേന്ന്. പക്ഷെ ഇവിടെ അതനുസരിച്ച് നമുക്ക് അതെല്ലാം അറിയായിരിക്കും. അറിയത്തില്ലെങ്കിൽ നമ്മളിങ്ങനെ അവരെ വിളിക്കുക, അവര് പറയുന്ന കാര്യം ചെയ്യുക. അപ്പൊ നീ ഇവിടെ വന്ന ശേഷം ഇപ്പൊ എൻ്റെ അടുത്ത് എല്ലാവരും പറയുന്ന ഒരു കേസാണ് ഞാൻ ഭയങ്കര മൂട്ടിഷ് ആയെന്നുള്ളത്. മൂട്ടിഷ് കുറച്ചൊരു മദർ സെറ്റപ്പിലേക്ക്, അല്ലെങ്കിൽ കുറച്ചൊരു എന്താ പറയാ, മെച്ചൂർഡ് ആയി എന്നുള്ള ഒരു ഇതില്. അപ്പൊ നിനക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടോ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഇപ്പൊ 2 years ആവുന്നു നീ വന്നിട്ട്, 2 years മുന്നേ തിരിച്ചു പോവാണ്. അപ്പോ അത് നിനക്ക് ഫീൽ ചെയ്യുന്നുണ്ടോ? നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് കയറുക നിനക്ക് കുറെ ഡിഫറൻസ് നിനക്ക് നിന്റെ ലൈഫിൽ ചേഞ്ച് ചെയ്യാൻ പറ്റിയ കുറെ കാര്യങ്ങൾ നിനക്ക്, എനിക്ക് പേഴ്സണലി ഇവന്റെ കാര്യത്തിൽ ഫീൽ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയുന്നത്, കുറച്ചുകൂടി മെച്ചൂർ ആവും, കുറച്ചുകൂടി കാര്യങ്ങളും എങ്ങനെയാണ് ലൈഫ് എന്താണെന്ന് പഠിക്കും. സീരിയസ്ലി ശരിയായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ പിന്നെ എനിക്ക് നീ നാട്ടിൽ പോകാൻ നിനക്ക് എന്താ പറയുക കൊടുക്കാനുള്ള സജഷൻ എന്താവും? മേ ബി പിള്ളേർ ഇപ്പം നാട്ടിൽ നിന്ന് ഹൗസ് ബിൽഡിംഗ് ആണെങ്കിലും എന്തെടുക്കാനാണെങ്കിലും കയറി വരും. അപ്പം നിനക്ക് ഈ ഹൗസ് ബിൽഡിംഗ് അല്ലെങ്കിൽ ഈ ജർമ്മനി നഴ്സിംഗ് മേഖലയിലേക്ക് നോക്കുന്ന ഒരു പിള്ളേരുണ്ട്, നിനക്ക് അവർക്ക് കൊടുക്കാനുള്ള ഒരു സജഷൻ എന്താണ്? ഇഫ് അവർക്ക് ഇഷ്ടമായിക്കോട്ടെ ഇഷ്ടമല്ലാണ്ടായിക്കോട്ടെ. ഇഷ്ടം ഉണ്ടെങ്കിൽ മാത്രം എടുക്കുക. ഇതിനോട് പാഷൻ എന്ന് ഞാൻ പറയുന്നില്ല, താല്പര്യം വേണം. താല്പര്യം നഴ്സിംഗിനോട് ഒരു താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും എടുക്കാം. പഠിക്കാൻ പാടുണ്ടാവോ ക്ലാസ്സസിൽ? ഇപ്പൊ നിനക്ക് ഓൾറെഡി ഫ്ലീഗയിൽ അത്ര വലിയ എക്സ്പീരിയൻസസ് ഒന്നും ഇല്ല എനിക്കുള്ളത് പോലെ. എനിക്ക് കിട്ടിയ എക്സ്പീരിയൻസ്, നീ FSUT ചെയ്തെന്നുണ്ടെങ്കിൽ അത് ഫ്ലീഗേബറേഷനിലായിരുന്നില്ല. അപ്പൊ നിനക്ക് ആ അത്ര കഠിനമായിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും ലൈക്ക് ലാംഗ്വേജിന്റെ കേസിൽ അങ്ങനത്തെ ഇല്ല. ഞാൻ പറയുകയാണെങ്കിൽ നാട്ടിൽ നിന്ന് എന്തെങ്കിലും കോഴ്സോ എന്തെങ്കിലുമൊക്കെ എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. പഠിച്ചാൽ മതി, പഠിച്ചാൽ കിട്ടും. പിന്നെ നാട്ടിൽ നിന്ന് പഠിക്കാൻ പറ്റുന്ന അത്രയും പഠിച്ചിട്ട് വരാം. അതെ, നാട്ടിൽ നിന്ന് ജർമ്മൻ ഏത് ലെവലിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും, ഏത് ഇതിലേക്കാണ്. ഇപ്പൊ നേഴ്സിംഗ് ആണെങ്കിൽ നേഴ്സിംഗിന്റെ കുറച്ച് ജർമ്മൻ പഠിക്കുക. പിന്നെ ഇപ്പം വേറെ എന്തെങ്കിലും ഹൗസ് ബിൽഡിങ്ങോ എന്തെങ്കിലും ബാച്ചിലേഴ്സോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിൻ്റെതായ ഒരു രീതിയിലേക്ക് ജർമ്മൻ പഠിച്ച് കയറും ഒരു സെറ്റപ്പിലേക്ക് കൊണ്ടുവരാനാണ് അത്. കാരണം അതാണ് നമുക്ക് ഫ്യൂച്ചറിൽ ആവശ്യമായിട്ട് വരുന്നത്. B2 എന്ന് പറഞ്ഞാൽ ജസ്റ്റ് നിങ്ങൾക്കൊരു പാലം മാത്രമാണ്. ആ പാലം കിടക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിന് വേണ്ട പലകയും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനകത്ത് ആവശ്യമാണ്. ആ പലക കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ നാട്ടിൽ നിന്നേ പഠിച്ചു പോരുക. കാരണം ഇവിടെ നിങ്ങൾക്ക് വേണ്ട ആരും വെയിറ്റ് ചെയ്യില്ല. ടീച്ചേഴ്സ് ഡെയിലി ക്ലാസ് എടുത്തിട്ട് പോകും, നിങ്ങൾ വേണമെങ്കിൽ വീട്ടിൽ വന്നിരുന്ന് പഠിച്ചോളൂ. അപ്പം ഞാനൊക്കെ രാവിലെ ക്ലാസ്സിൽ പോയിട്ടുണ്ടെങ്കിൽ തിരിച്ചു വരുന്നത് 4 മണിക്കായിരിക്കും. 4 മണിക്ക് വന്ന ശേഷം പിന്നെ എനിക്ക് വീട്ടിലെ കാര്യങ്ങളുണ്ട്, എൻ്റെ വീട്ടിൽ വിളിക്കണം, ഫുഡ് ഉണ്ടാക്കണം, അതും ഇതൊക്കെ ചെയ്ത് കഴിയുമ്പം സമയമില്ല പഠിക്കാൻ. ഇപ്പം തന്നെ വീഡിയോ എടുത്ത് സമയം പോവാണ്. ഇപ്പം ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടാണ്. ഇപ്പം എനിക്കറിയാവുന്ന ഇൻഫോർമേഷൻസ് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഞാൻ അങ്ങനെയാണ് അതിനെ കാണുന്നത്. അപ്പം പറ്റുന്നത്രയും പഠിച്ചിട്ട് വരിക. തെറ്റായ ഇൻഫോർമേഷൻസ് മാക്സിമം, നെഗറ്റിവിറ്റി മാക്സിമം ലൈഫിൽ നിന്ന് തന്നെ ഒഴിവാക്കി വിടുക. അതിപ്പം ഫ്രണ്ട്സ് ആണെങ്കിലും ഫാമിലി ആണെങ്കിലും. അതാണ് എനിക്ക് പറയാനുള്ളൂ. അപ്പം നന്ദു അങ്ങനെ നാട്ടിലേക്ക് തിരിച്ചു മടങ്ങുകയാണ്. ഫ്ലൈറ്റ് വെള്ളിയാഴ്ചയാണ്. അപ്പം വീഡിയോ ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും നന്ദു നാട്ടിലുണ്ടാവും. ആൻഡ് ഓൾറെഡി എൻ്റെ അടുത്തൊരു കുട്ടി, നമ്മുടെ യൂട്യൂബ് കാണുന്ന ഒരു കൊച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, ആ കൊച്ചു മിക്കവാറും നെക്സ്റ്റ് ഇയർ ജർമ്മനിക്ക് കയറി വരും. അപ്പോൾ ആ കുട്ടിക്ക് എന്നെയും നന്ദുവിനെയും കാണണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. കൊച്ചിൻ്റെ അടുത്ത് വാട്സപ്പിൽ പേഴ്സണലി മെസ്സേജ് പറഞ്ഞായിരുന്നു. അപ്പം ഇപ്പോൾ ഇയാൾക്ക് നന്ദുവിനെ കാണണമെന്നുണ്ടെങ്കിൽ ഓഫ് കോഴ്സ് നാട്ടിലുണ്ടാവും. അപ്പം നാട്ടിൽ പോയി കാണാം. ആൻഡ് ഉറപ്പായിട്ടും ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും എന്നെയും കാണാനായിട്ട് പറ്റും. രണ്ടുപേരും ഒരുമിച്ച് കാണൽ എന്താണല്ലോ ഈ വർഷം പോസിബിൾ അല്ല. അടുത്ത വർഷം നാട്ടിലേക്ക് ഞാൻ വരുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഷാ അല്ലാഹ് കാണാൻ പറ്റും. അപ്പം അതൊക്കെയായിരുന്നു നമ്മുടെ ഒരു കുട്ടി വീഡിയോ. എല്ലാവർക്കും നന്ദുവിൻ്റെ സിറ്റുവേഷൻസും നന്ദു ക്വിറ്റ് ചെയ്യുന്ന കാര്യങ്ങളും ആൻഡ് അത്യാവശ്യം ഡൗട്ട്സും ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
അപ്പൊ നന്ദു പോയി കഴിയുമ്പോഴത്തേക്കും ഇതിൽ ഏറ്റവും കൂടുതൽ വിഷമിക്കാൻ പോകുന്ന ഒരു വ്യക്തി ഞാൻ മാത്രമായിരിക്കും. കാരണം എൻ്റെ എല്ലാ അപ്സ് ആൻഡ് ഡൗൺസിലും നന്ദു മാത്രമാണ് എൻ്റെ കൂടെ ഇവിടെ നിന്നിട്ടുള്ളൂ. എനിക്കൊരു ഫ്രണ്ട് എന്ന് പറയാനുള്ള നിലയ്ക്ക് നന്ദു മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇവിടെ പനി പിടിച്ച് കിടന്നിട്ട് ഒരു ദിവസം ലൈക്ക് ഓർക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഛർദിയൊക്കെ പിടിച്ച് ഞാൻ കറിയില്ല ഛർദിയൊക്കെ ആയിട്ട് ഞാൻ ഇവിടെ കിടന്ന ടൈമിൽ നീ മാത്രമാണ് എന്നെ നോക്കിയത്. എനിക്ക് എണീക്കാൻ പറ്റില്ല, എണീറ്റ് അപ്പം ഛർദിക്കും ഞാൻ. ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രണ്ടോ അല്ലെങ്കിൽ ഒരാളില്ലെന്നുണ്ടെങ്കിൽ അതൊരു ബുദ്ധിമുട്ടായിട്ടുള്ള സിറ്റുവേഷൻ തന്നെയാണ്. അപ്പം നന്ദു ഉണ്ടായിരുന്നതുകൊണ്ട് എനിക്ക് അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നു. അപ്പം എൻ്റെ വീട്ടിൽ നന്ദു പോണോണ്ട് ഏറ്റവും വിഷമം എൻ്റെ ഉമ്മച്ചിക്കും വാപ്പിച്ചിക്കുവാ. അല്ല, എന്നെ നോക്കാൻ ഒരാളില്ല, അത് ഒന്നാമത്തെ കേസ്. എപ്പോഴും ഇന്നും കൂടെ വിളിച്ചപ്പോൾ ഇപ്പം ഞാനും ഇക്കാക്കായും ഉമ്മച്ചിയും കൂടെ വിളിച്ചില്ലേ, അപ്പോഴും കൂടെ പറഞ്ഞോളൂ നന്ദു പോണ കേസ്. ഞാൻ പറഞ്ഞു മിണ്ടാണ്ടിരിക്കാം, പോട്ടെ, പോവാണെങ്കിൽ ആ കേസിൻ്റെ അടുത്ത് ചർച്ചയ്ക്ക് വെക്കണ്ട. അപ്പൊ അങ്ങനെ അപ്പൊ നന്ദു എന്താണെങ്കിലും നമ്മളെ വിട്ട് പിരിയുകയാണ് ഗൈസ്. അപ്പൊ ഇനി നമുക്ക് എന്താണെങ്കിലും ഇനി നന്ദുവിനെ നാട്ടില് വെച്ചിനി മീറ്റ് ചെയ്യാം. അപ്പൊ നന്ദു ഇപ്പൊ നാട്ടിലേക്ക് പോവാണ്. അപ്പൊ നന്ദു നാട്ടിലേക്ക് പോകുന്നതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇനി ഒരു വീഡിയോയും കൂടെ വരും, നന്ദുവിനെ നമ്മൾ യാത്ര അയക്കാൻ പോകുന്ന വീഡിയോ. അതെല്ലാവരും കാണുക. അതിനകത്ത് അന്ന് ഞാൻ കരഞ്ഞു കുളമാക്കുന്നതായിരിക്കും. അപ്പൊ ആ വീഡിയോ മാക്സിമം എല്ലാവരും കാണാനായിട്ടൊക്കെ. ഈ വീഡിയോ ഇങ്ങനെ കാണണം കേട്ടോ. പിന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാണാത്തവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അപ്പം ഞാൻ നന്ദുവായിട്ടുള്ള കുറേ കാര്യങ്ങൾ ഞാൻ മിസ് ചെയ്യും, ലൈക്ക് ജോക്സ്, പൊട്ടത്തരങ്ങൾ, ഇതെല്ലാം. പക്ഷെ ഇതൊന്നും ആയിരുന്നില്ല നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമുക്ക് ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്ത് ബാക്കി നമുക്ക് നന്ദുവിനെ പറ്റി പൊക്കി പറയാനുള്ളതെല്ലാം നമുക്ക് നന്ദുവിന്റെ ട്രാവൽ വ്ളോഗിൽ നമുക്ക് നാട്ടിൽ ചെന്നാൽ മാത്രമാണ് നമ്മൾ നന്ദുവിനെ കാണുള്ളൂ. നെക്സ്റ്റ് വെക്കേഷന് പാർக்கலாம். ആൻഡ് ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ ഫ്യൂച്ചർ. അപ്പം അങ്ങനെ അപ്പം ഞങ്ങളെ ഇടയ്ക്ക് വിളിക്കുക, എൻ്റെ യൂട്യൂബേഴ്സിനെ ഇടയ്ക്ക് കാണാനായിട്ട് ഇടയ്ക്കിടയ്ക്ക് വീഡിയോ കോളിൽ വരിക. ഓക്കെ. അപ്പം നന്ദു ചേട്ടനെ കാണുന്നവരൊക്കെ യൂട്യൂബിൽ കാണില്ല, വീഡിയോ കോളിൽ മാത്രം. അപ്പം നമ്മുടെ വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. അപ്പം എല്ലാവരുടെയും ഡൗട്ട്സും കാര്യങ്ങളും ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.